പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായി ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ വ്യത്യസ്തമായ നല്ല ഓർമ്മക്കുറിപ്പുകളുമായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോട് ഇപ്പോൾ സംസാരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ലുദിയ അലക്സ്. തന്റെ ജീവിതത്തില് സുദീർഘമായ വടക്കേ ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലെ നല്ല അനുഭവങ്ങളുമാണ് ഇന്ന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഉള്ളത്. ആകയാൽ ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് ഏവർക്കും കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ ലുദിയ അലക്സിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്റർ? ഛത്തീസ്ഗഡിൽ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഛത്തീസ്ഗഡില് നാരായൺപൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. എൻ്റെ പേര് ലുദിയ അലക്സ്. എനിക്ക് 4 മക്കളും എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അലക്സ് തോമസ് എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ഇവിടെ ആയിരിക്കുന്നു. മൂത്ത മകളുടെ പേര് അക്സ അലക്സ്, രണ്ടാമത്തെ ആള് ഫേബ അലക്സ്, മോന്റെ പേര് ഡാനിയൽ അലക്സ്, ഏറ്റവും ഇളയ കുഞ്ഞിന്റെ പേര് സ്റ്റെല്ല അലക്സ്. കുഞ്ഞുങ്ങള് 2 പേര് വിവാഹം കഴിഞ്ഞു. ഒരാള് ശുശ്രൂഷയിലാണ്, ഒരാള് നഴ്സിംഗ് പഠിച്ച് പൂർത്തിയായി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നു. മോൻ ഏവിയേഷൻ പകുതിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഏറ്റവും ഇളയ കൊച്ച് 10ാം ക്ലാസ്സിൽ ഇനി പഠിക്കാനുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങള് ശുശ്രൂഷയിലാണ്. നാട്ടില് എൻ്റെ വീട് ട്രിവാൻഡ്രം, കർത്താവിന്റെ ദാസിന്റെ വീട് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, കർത്തദാസിയെയും കുടുംബത്തെയും ഒക്കെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബം ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പങ്കിടുമ്പോൾ ആമേൻ, അത് ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസിക്ക് തുടർമാനമായിട്ട് സംസാരിക്കാം. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കൾ. 5 മക്കളിൽ ഒരു ആങ്ങളെയാണ് എനിക്കുള്ളത്. ഞങ്ങൾ 4 പെൺമക്കള്. ഞങ്ങൾ 4 പേരും നോർത്ത് ഇന്ത്യയിൽ മിഷണറി വർക്കാണ് ചെയ്യണത്. കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ പിതാവ് ഒരു ആർമി ഉദ്യോഗസ്ഥനും റിട്ടയർഡ് ആയതിനു ശേഷം സുശേഷ വേലയിലും ആയിരുന്നു. പക്ഷെ എനിക്ക് നല്ല മാതാപിതാക്കളെ ലഭിച്ചത്. പപ്പ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ഞങ്ങളെ അതുപോലെ തന്നെ ആത്മീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം പപ്പ എല്ലാ ദിവസവും കറക്റ്റ് 6 മണിക്ക് സന്ധ്യപ്രാർത്ഥന നടത്തണം. വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഉണർന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രഭാത പ്രാർത്ഥന നടത്തണം. അങ്ങനെയൊക്കെ ഞങ്ങളെ നല്ല രീതിയിൽ അഭ്യസിപ്പിച്ചാണ് പപ്പ ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് എനിക്ക് അന്ന് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വരെ എപ്പോഴും ഞാനൊരു രോഗിയാണ് എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് ശാന്തമായിട്ടിരിക്കുമെങ്കിൽ കുഴഞ്ഞു വീഴുന്ന ഒരു അനുഭവമുണ്ട്. എൻ്റെ കാരണത്താൽ പപ്പയ്ക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ 5 മക്കളിൽ ഏറെ സ്നേഹിച്ചത് എന്നെയാണ് പപ്പ. അപ്പൊ പപ്പ എപ്പോഴും ലീവിന് വീട്ടിൽ വരുന്ന സമയമൊക്കെ എൻ്റെ അവസ്ഥ കാണാൻ പപ്പയ്ക്ക് വലിയ ഭാരമുണ്ട്. അപ്പൊ പപ്പ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. കൂടുതൽ എന്നെ ആർമി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് പപ്പ ചികിത്സിക്കാറുള്ളത്. അങ്ങനെ എനിക്ക്
അവർ നോക്കുമ്പോൾ എനിക്കൊരു രോഗമില്ല, പക്ഷെ എന്നെ ഈ രോഗം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ നല്ലൊരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയാണ്. പാടും, പ്രാർത്ഥിക്കും, സൺഡേ സ്കൂളിന്റെ എല്ലാ പ്രോഗ്രാമത്തിനും മുന്നിൽ നിൽക്കും, എല്ലാം ചെയ്യും. പക്ഷെ എൻ്റെ ഉള്ളിൽ യേശു ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം പപ്പ എന്നോട് എപ്പോഴും പറയും, നീ യേശുപ്പനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയില്, ഞാൻ അസംബ്ലീസ് ബോർഡിലെ വിശ്വാസിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങള് അസംബ്ലീസ് ബോർഡിൽ ഒരു 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ അവിടെ പാസ്റ്റർ TJ രാജൻ എന്ന് പറഞ്ഞൊരു കർത്തദാസൻ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. ഈ വരുന്ന സമയം എല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാം ഫ്രണ്ടിലിരുന്നു ആരാധിക്കുന്നു, പാടുന്നു. ഈ സമയം ഞാൻ കുഴഞ്ഞു വീഴുന്നു, എനിക്ക് ബോധമില്ല. അപ്പൊ ഓടി തന്നെ പാസ്റ്റർ വന്ന് എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വീണു. എണീറ്റപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, മോള് യേശുപ്പനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുപ്പിന് വേണ്ടി ജീവിക്കാന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ ദൈവം മോക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഉടനെ തന്നെ അവിടെ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ യേശുപ്പിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതും പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന സമയം എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് താങ്ങാൻ വയ്യാത്തൊരു കണ്ണുനീരിന്റെ അവസ്ഥ. ഞാനങ്ങ് ഭയങ്കരമായിട്ട് കരയുന്നു. ഈ കരച്ചിലെന്ന് പറഞ്ഞിട്ട് മാറുന്നതേ ഇല്ല. ആരാധന കഴിഞ്ഞിട്ട് ഞാനൊരു കോണിൽ ചെന്നു എൻ്റെ മുഖം പൊത്തിക്കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പം എൻ്റെ പപ്പയോട് ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, സാറേ കരയട്ടെ, കുഞ്ഞിനെങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ചർച്ചിലാണ് എല്ലാവരും ഉറങ്ങണം, പാസ്റ്റർക്ക് താമസിക്കാൻ പോലെ റൂമൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ എല്ലാവരും അവിടെ ആണ്. അന്ന് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ആരാധന കഴിഞ്ഞ് പോകുമ്പോ ഞാൻ ഈ കണ്ണീര് എന്നെ കൊണ്ട് അടക്കാൻ പറ്റുന്നില്ല, ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ എടുത്ത് പറഞ്ഞു, പാസ്റ്റർ സാറ് വാ, നമുക്ക് രണ്ടുപേർ കൂടി മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ദേവദാസൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഉടനെ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വലിയ ശക്തി മാറിപ്പോകുന്നത് പോലെ തോന്നിയിട്ട് എൻ്റെ തലയിൽ എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന പോലെ ഒരു വലിയ തീ കഷ്ണം വന്ന് വീഴുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഈ അനുഭവത്തിൽ കൂടി ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം 9 മണി വരെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നെ അത് പറഞ്ഞാല് ഭയങ്കരമായിട്ട് എന്നെ എടുത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആ സമയം തന്നെ കർത്താവിന്റെ ദാസൻ വീണ്ടും വന്ന് എൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദേവദാസനിൽ കൂടി പറഞ്ഞു, ചില വരങ്ങളാൽ ഞാൻ നിറയ്ക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് എനിക്ക് പ്രവചന ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ സ്കൂളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയായി മാറി. അതുപോലെ തന്നെ എല്ലാവരിലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എൻ്റെത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സുമാരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എന്നെ ഭയങ്കര സ്നേഹമാണ്. ഞാൻ നല്ല പാടും. അപ്പോൾ ഈ സ്കൂളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം ലളിതഗാനം അങ്ങനെയുള്ളതൊക്കെ പാടുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ പാടുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. അപ്പൊ എൻ്റെ പാട്ട് കേൾക്കാൻ പിന്നെ ഞാൻ പഠിച്ചത് ഒരു ലൂതർ മിഷൻ സ്കൂളിലാണ്. അപ്പോൾ അവർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൺഡേ സ്കൂൾ പോലത്തെ ഒരു മീറ്റിംഗ് എല്ലാ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 1 മണി വരെ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് അവിടെ നടത്തുന്ന മീറ്റിങ്ങിന്റെ കാരണം രക്ഷയിൽ വരാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതിനൊരു മുഖാന്തരമാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനിപ്പോ കുറച്ച് അതായത് ദേവദാസന്മാർ പുറത്തുനിന്ന് വരും. അപ്പൊ അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം അവർ പറയണ വചനം കേൾക്കുകയും അവർക്കൊപ്പം പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ പിതാവ് ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി വന്നതിന് ശേഷവും ആർമിയിലായിരിക്കുമ്പോഴും ഞങ്ങൾ വാടകയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സഹോദരങ്ങളും ഒരു സ്കൂളിൽ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാനില്ല. ഓരോ വർഷം ഓരോ സ്കൂളുകളിൽ പഠിച്ചാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് കർത്താവിന്റെ. അപ്പൊ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞത്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യും, എനിക്ക് നോർത്ത് ഇന്ത്യ എവിടാന്ന് അറിയത്തില്ല. അപ്പൊ പപ്പയോട് കൂടെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പപ്പ അതായത് ജോലി ഇരിക്കുന്ന സമയം കൂടെ പോയിട്ടുണ്ടല്ലാതെ എനിക്ക് അറിയത്തില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ തന്ന ആ ഒരു ആഗ്രഹം ഞാൻ ദൈവത്തോട് പറഞ്ഞ് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങള് ഏറ്റവും മൂത്ത
ചേച്ചി പിന്നെ എന്ത് പറയണ അവര് കുടുംബമായിട്ട് ഈ ഛത്തീസ്ഗഡില് ഫസ്റ്റിലെ വരും നമ്മുടെ PG വർഗീസ് അങ്കിളിന്റെ കൂടെ ടീമിലാണ് അവര് വരുന്നത്. അപ്പൊ അവരെല്ലാം വന്നിട്ട് മാസം തോറും അവിടെ വർഷങ്ങളിലൊക്കെ വരുമ്പോൾ ചേച്ചിയുടെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെയാണോ നോർത്ത് ഇന്ത്യയിലെ അനുഭവങ്ങളെന്ന്. കാരണം ഒത്തിരി കഷ്ടതയിൽ കൂടിയാ ചേച്ചിയൊക്കെ വന്നത്. എന്നിട്ടും ഞാൻ എനിക്ക് നല്ല ഒരു പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ട് വന്ന ഉടനെ തന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകി അത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് മണിക്കൂറോളം റൂമിനകത്തിരുന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ അനുഭവമാണ് പറയണത്. അധികം തമാശ പറയാറില്ല, അധികം ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരിശുദ്ധാത്മാവിന്റെ കീഴിലായിരുന്നു എൻ്റെ പോക്കെല്ലാം. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പപ്പയ്ക്ക് എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും പപ്പ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പൊ കൊണ്ടുപോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പേ പപ്പ എന്നോട് പറയും, ഇന്നടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, നീ പ്രാർത്ഥിച്ച് ബലപ്പെടണം, ദൈവത്തിന്റെ ആലോചന ആ കുടുംബത്തോടുള്ളത് അറിയിക്കാനുള്ളതാണ്, അതുകൊണ്ട് പ്രാർത്ഥിച്ച് ബലപ്പെടണം. പപ്പ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് ശ്രദ്ധിക്കും, പപ്പ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനെ ഞങ്ങളെല്ലാ മക്കളെയും പപ്പ വളരെ ശ്രദ്ധയോടെ ഞങ്ങളെ വളർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പഠിത്തമെല്ലാം ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെറുതായിട്ട് അഗ്രികൾച്ചറിൽ ഒരു ജോലി ലഭിച്ചു. അപ്പൊ ഈ ജോലി കിട്ടിയപ്പോൾ എൻ്റെ പപ്പ മാത്രമാണ് സർവീസിലുള്ള, സെക്രട്ടേറിയറ്റിൽ സ്റ്റാഫായി പപ്പ. അപ്പം ഞങ്ങൾ 5 മക്കള് ഭാരിച്ച ഒരു ബിഗ് ഫാമിലിയാണ്, ഒത്തിരി ചെലവുകളുണ്ട്, എങ്ങനെയാ ഞങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഭാരം പപ്പയ്ക്കുണ്ട്. അപ്പൊ എനിക്കൊരു ജോലി കിട്ടിയാൽ പപ്പ ഭയങ്കര ഹാപ്പിയായി. അപ്പം പപ്പ വിചാരിച്ചു കുറച്ച് ഭാരം ഒഴിഞ്ഞിരിക്കും. അങ്ങനെയായിരുന്നു ഞാൻ ഈ ജോലിയുടെ കാര്യങ്ങൾ. അപ്പൊ ചേച്ചിമാര് 2 പേരെയും കല്യാണം കഴിഞ്ഞു, 2 പേരെയും ശുശ്രൂഷ കരകെട്ടി. അപ്പൊ ഇവരെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ എനിക്കുള്ള ടൈമിംഗ് ആയി. പപ്പ എനിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ നോക്കാൻ തുടങ്ങി. എനിക്കതിന് താല്പര്യമില്ല. പപ്പ അറിയാതെ തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ. എന്നെ പപ്പ ഒരിക്കൽ പോലും ഫോൺ കോളിൽ പോലും എന്നോട് സംസാരിക്കുകയോ എനിക്കൊരു ലെറ്റർ അയക്കുകയോ ഒന്നും പപ്പ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ പോയപ്പം എൻ്റെ പിതാവിന് ഭയങ്കര ഒരു ടെൻഷനായി. അപ്പോ ഞാൻ ആ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കുട്ടികൾ കീറി കളയുന്ന പേപ്പറിലൊക്കെ നോട്ട് എഴുതുകയും അവര് കുളിച്ചിട്ട് യൂസ് ചെയ്ത് കളയുന്ന സോപ്പ് ഉപയോഗിക്കുകയും, എനിക്ക് അന്ന് ആകെ 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ, അതൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ ആരും കണ്ടാൽ പറയത്തില്ല, ആ രീതിയിലൊക്കെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ക്ലാസ് മൊത്തം പൂർത്തീകരിക്കുന്നതിന് മുമ്പെയാണ് എൻ്റെ പപ്പ എനിക്ക് വേണ്ടി ഒരു വിവാഹമൊക്കെ തീരുമാനിച്ചു വെച്ചത്. എനിക്ക് വിവാഹത്തിന് തീരുമാനിച്ചിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ അച്ചാനക്ക് ശരിയായിട്ടൊരു ക്രിസ്തീയ ജീവിതത്തില്ല, പകുതി പേര് ഹിന്ദു മാർഗത്തിൽ, പകുതി പേര് ക്രിസ്തീയ മാർഗത്തിൽ, ആ രീതിയിലൊക്കെ പോകുന്ന ഒരു ടീമായിരുന്നു. പക്ഷെ ഇവരുടെ വീട്ടിലെ ചില പ്രശ്നങ്ങളും അവരുടെ അച്ചായന്റെ ആന്റി 2 പേരും എന്താ പറയണ ബുദ്ധിസ്ഥിരതയില്ല എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തായിട്ട് അവരെ കെട്ടിയിട്ടിരിക്കുക. അവിടെ ഒരു ദൈവദാസൻ വന്ന് സുവിശേഷം പറഞ്ഞ കാരണം അവര് രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ആ 2 ആന്റിമാർക്കും സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഈ അത് പറഞ്ഞ ഇവർക്ക് യേശുവിനെ പിന്നെ വേണ്ടാതായി. അച്ചാൻ മാത്രം പിന്നെ ആ വിശ്വാസത്തിൽ നിന്നു. പുള്ളിക്കാരനെ പുറത്താക്കി. പുള്ളിക്കാരന് ഒരിടവും ആശ്രയമില്ലാതെ അങ്ങനെ പല ചർച്ച് റൂമുകളിലും പിന്നെ വിശ്വാസികളുടെ വീട്ടിലൊക്കെ ആയിട്ട് പുള്ളി സെറ്റിൽഡ് ആയിട്ടൊക്കെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. ഞാൻ വരുന്ന സമയം പപ്പ എന്നോട് പറഞ്ഞു, നീ ഇനി പഠിച്ചതൊക്കെ മതി, നിനക്ക് വേണ്ടി ഞാൻ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ കല്യാണത്തിനോട് എൻ്റെ മമ്മിക്ക് താല്പര്യമില്ല. അമ്മ എന്നോട് എപ്പോഴും പറയും, നിന്നെ ഒരു നല്ല ശുശ്രൂഷകൻ കൊണ്ടുപോകണം, ഇതാണ് എൻ്റെ ആഗ്രഹം, കാരണം നിനക്ക് അത്രയ്ക്കുള്ള അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്, നിന്നെക്കുറിച്ച് കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ പപ്പയുടെ നിയമങ്ങൾക്ക് നമുക്ക് പിന്മാറാൻ പറ്റത്തില്ല. പപ്പ പറയണത് അനുസരിക്കാനേ പറ്റൂ. പപ്പയോട് എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും പപ്പയോട് എനിക്ക് ഒത്തിരി സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ പപ്പയോട് ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് ഒരു കൺവെൻഷൻ പാസ്റ്ററെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം, അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു സുശേഷകനുമായിട്ട് കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പപ്പ എന്നോട് പറഞ്ഞ വാക്കാണ്, അത് നീ അറിയപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആളെ ക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് മറ്റുള്ള മുൻപേ, അതുകൊണ്ട് നീ ഞാൻ പറയുന്ന അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വേണ്ടി എല്ലാം സെറ്റിൽഡ് ചെയ്തു. പക്ഷേ ഈ കല്യാണത്തിന് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ എൻ്റെ പപ്പയുടെ ചേട്ടനും പിന്നെ എൻ്റെ 2 പപ്പയുടെ മൂത്ത പപ്പയുടെ 2 മക്കള് 2 ആങ്ങളമാരും കൂടി പോയി കാര്യങ്ങളെല്ലാം തിരക്കി തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല. അവർ ഗുണ്ടായിസം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ വളരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി.
അങ്ങനെ ആയപ്പോ ഞങ്ങളെ രണ്ടുപേരെയും കൂടി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എഴുതി വെച്ച് അങ്ങനെ ഒരു കല്യാണവും നടത്തി. വീട്ടില് ദേവദാസന്മാരെ വിളിച്ചു വരുത്തി കൈ കൊടുത്ത് പ്രാർത്ഥിച്ച് ആണ് ഞങ്ങളെ വിട്ടത്. ഈ വിടുന്നതെന്ന് പറഞ്ഞാൽ 9 ദിവസം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 6-ാം തീയതി എന്റെ കല്യാണം കഴിയുന്നു. എനിക്ക് 20 വയസ്സും ദേവദാസന് 21 വയസ്സുമാണ്. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എനിക്ക് പോകാൻ വേറൊരു ഇടമില്ല. എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ബൈബിൾ കോളേജിൽ പഠിച്ച എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഫസ്റ്റിലെ പോകുന്നത്. വേറെ എങ്ങും പോകാനില്ല, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങളെ കയറ്റത്തില്ല. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഒരു 5 ദിവസം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വന്നു. തിരികെ വന്നപ്പം പപ്പ എന്നോട് പറഞ്ഞു, നിനക്ക് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്, ദൈവം അതിന്റെ വഴി തുറക്കും, നീ ഒരു കാര്യം ചെയ്യ്, ഞാന് നിന്റെ ചേച്ചിക്ക് ലെറ്റർ അയക്കാം, എന്റെ മൂത്ത ചേച്ചിക്ക് ലെറ്റർ അയച്ച് ഞാൻ ഇവരെ രണ്ടുപേരെ അങ്ങോട്ട് വീണെന്ന് പറഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു. 9 ദിവസം കഴിഞ്ഞപ്പോഴ് ഈ നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലം, അന്ന് നാരായൺപൂർ എന്ന് അല്ല അറിയുന്ന, ബസ്തർ ഡിസ്ട്രിക്ട് എന്ന് അറിയുന്ന ഈ ബസ്തറിലേക്ക് എന്റെ പപ്പ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടിക്കറ്റും എടുത്തു കൊടുത്ത് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പൊ ഇവിടെ ചേച്ചിയുടെ കൂടെ നിൽക്കുക ഞാന്. അപ്പോ ഈ ചേച്ചിയുടെ കൂടെ ഞാൻ നിൽക്കുന്ന സമയത്തും ഞാൻ അറിയുന്നില്ല, എന്റെ ഹസ്ബൻഡ് ഏറ്റവും നല്ലൊരു വിശ്വാസി എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഞാൻ നോക്കുന്നിടത്തോളം ഞാൻ അറിഞ്ഞ ആ രീതിയിലൊന്നും അല്ല പുള്ളിയുടെ ജീവിതവും പുള്ളിയുടെ പെരുമാറ്റങ്ങളൊന്നും. എനിക്ക് പുള്ളിയെ ഉൾക്കൊള്ളാൻ വയ്യാത്തൊരവസ്ഥയായി. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുന്ന ഒരു വ്യക്തി. ഈ പുള്ളി എന്ന് പറയുന്നത് സൺഡേയിൽ മാത്രം ദൈവത്തോട് ചേരുന്ന ഒരാള്, സൺഡേക്ക് മാത്രം ഒരു ആരാധനയ്ക്ക് ഇരിക്കുന്ന ഒരാള്, ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പം എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായിട്ട് ഞാൻ പപ്പയ്ക്ക് ലെറ്റർ എഴുതി, പപ്പ പറഞ്ഞതുപോലെയൊന്നും അല്ല ആള്, പക്ഷേ പ്രാർത്ഥിക്കാനോ അതിനൊന്നും താല്പര്യമില്ല. എന്നാൽ എൻ്റെ പിതാവ് ആ സമയം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചത്, നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് രണ്ടുപേരും ഒരുപോലെ നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനെന്നാണ് എന്നോട് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ടീമിൽ PG വർഗീസ് സംഘങ്ങളുടെ ടീമിൽ ചേരാൻ ആഗ്രഹിച്ചു. അപ്പൊ അന്നിരുന്ന കോർഡിനേറ്റർ ഇങ്ങനെ പറയാനുണ്ടായി, ഒരു ഫാമിലിയിൽ നിന്ന് രണ്ടുപേരെ വർക്കിന് എടുക്കത്തില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി. എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് അറിയാന്നുള്ളത്, പുള്ളി PW വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ PW പുള്ളിയെ തന്റെ, അതായത് കർത്താവിന്റെ ദാസന്റെ പിതാവ് മുഖാന്തരം ആ ജോലിന്ന് വരെ ഇറക്കി വിട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പുള്ളി ജോലിക്ക് വേണ്ടി കയറി. എങ്കിലും ഞാൻ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചേച്ചിയൊക്കെ പോകുന്ന ഏരിയയിലും വില്ലേജിലും ഒക്കെ അവരോടൊപ്പം സൈക്കിളിലിരുന്ന് യാത്ര ചെയ്ത് ഇവിടുത്തെ വേലയെ കുറിച്ചെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി അതിനുവേണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്നുവെങ്കിലും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി വന്നതാണ്, അതുകൊണ്ട് ഈ ജോലിയൊന്നും അല്ല എൻ്റെ വിഷയം, നീ അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാത്രി 1 മണി തൊട്ട് രാത്രി 1 മണി തൊട്ട് 3 മണി വരെ ദൈവസന്നിധിയിലും മധ്യസ്ഥയുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഭർത്താവിന് ദൈവം ഒരു വലിയ വ്യത്യാസം വരുത്തി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ അതായത് സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ദൈവകൃപ പകർന്നു കൊടുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ആരാധിക്കുകയും ഒക്കെ ചെയ്യുകയും അഭിഷേകം പ്രാപിക്കുകയും ഒക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി ഞങ്ങൾ പുറകിലോട്ട്, അതായത് പുറകിലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് ഞങ്ങളെ നീങ്ങുവാൻ തക്കണം ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്നാൽ എനിക്ക് അച്ചായന്റെ ഫാമിലിയിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അവരെന്നെ ഉപേക്ഷിക്കാനായിട്ട് പുള്ളിയോട് പ്രേരണ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെയും ഞാൻ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുമായിരുന്നു. കർത്താവെ, നീ അവരുടെ ഹൃദയത്തോട് ഇടപെടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഫാമിലിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മൂത്ത ഒരു സഹോദരിയെ കർത്താവ് തന്നെ കർത്താവിലേക്ക് ആലയിക്കാനിടയായി. പുള്ളി അവര് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ ഫാമിലി മൊത്തം രക്ഷിക്കപ്പെടാൻ ദൈവം ഇടയാക്കി. കാരണം അത്രത്തോളം ഞാൻ ദൈവസന്നിധിയിൽ കരയുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മൂത്ത കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു മാർഗമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പിതാവിന് ലെറ്റർ അയക്കും. പപ്പയിൽ കഴിയുന്നത് പപ്പ എന്നെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഇവളെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനെ എന്ത് ചെയ്ത് വളർത്തും എന്നുള്ള ചിന്തയായി. അങ്ങനെ ആയപ്പോൾ ഞാൻ പല പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ല, ചേച്ചിക്കൊക്കെ കിട്ടുന്ന അതിൽ
അതിൽ കൂടിയാണ് ഞങ്ങളും കഴിഞ്ഞു പോകുന്നത്. തുച്ഛമായി ആ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യണം, അതിന്റെ വരുമാനമുണ്ട്. അപ്പൊ എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ മൂത്ത കുഞ്ഞിനെ. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഈ കുഞ്ഞിനെ കൂടെ സംരക്ഷിക്കാനുള്ള യാതൊരു മാർഗവുമില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറയാം, നമുക്ക് ഏതെങ്കിലും ഒരു ടീം കിട്ടും, അപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട. പക്ഷെ എനിക്ക് ഞാന് ഒത്തിരി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന അവിടത്തു നിന്ന് എനിക്ക് ഒത്തിരി പ്രഷർ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരുടെ കാര്യവും നോക്കിയിട്ട് പിന്നെ ഒരാളുടെ കാര്യം കൂടെ നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നുള്ള വാക്കുകളുടെ മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ വയ്യാതെയായി. അന്ന് രാത്രി ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ എന്തെന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നോ അത് എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ പിറ്റേ ദിവസം എന്റെ പിതാവ് ലെറ്റർ അയച്ചു. ലെറ്റർ വന്നിട്ട് ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരുന്നു, അലക്സ് ഒരു കാര്യം ചെയ്യ്, അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ദേവദാസന് വിട്ടു. ഞങ്ങള് വീട്ടില് രണ്ടുപേരും കൂടി എല്ലാ ദിവസവും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ട് ഡോക്ടർ പറഞ്ഞ് എന്നെ 4 മണിക്കൊന്ന് നടക്കാനായിട്ട് പോകണം. ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കാൻ പോകുമ്പോൾ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു 4-5 ആൾക്കാർ വന്നിട്ട് അച്ഛൻ്റെ ഷർട്ടിന് പിടിച്ച് വലിച്ചിട്ട് വാള് ഊരി അച്ഛനെ വെട്ടാനായിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നൊരു കുഞ്ഞിന്റെ അമ്മയാണ്, ആ പുള്ളിയെ ഒന്നും ചെയ്യരുത്, ആ പുള്ളിയെ ചെയ്യുന്നതിന് മുൻപേ എന്നെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ കക്ഷി ചെയ്യാൻ വന്ന ഈ ഗുണ്ട പെട്ടെന്ന് നോക്കുമ്പോ എന്റെ മുഖം കണ്ടോണ്ട് ചോദിച്ചു, അയ്യോ നിങ്ങൾ പാസ്റ്ററുടെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറിപ്പോയി. അവിടെ നിന്ന് പിന്നെ എന്റെ പപ്പ ഉടനെ തന്നെ അച്ഛനെ തിരിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് ഒരു കുഞ്ഞുണ്ട്. ഞങ്ങള് 1 വർഷം ഞാൻ വീട്ടിൽ നിന്നു. അതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞും കൂടി ജനിച്ചിട്ടാണ് വീണ്ടും പിന്നെ നോർത്തിലേക്ക് വരുന്നത്. പിന്നെ ഞങ്ങള് നമ്മുടെ ശുശ്രൂഷയില് അതിന്റെ ലവ് ആർമി ക്രൂസൈഡില് മിഷണറി ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ വന്നതിന് ശേഷം ആ സമയം ഇവിടെ അധികം ഒരു സംഘടനക്കാരും വേറെ വർക്കേഴ്സ് ഒന്നും ഇല്ല. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ IIT-യുടെ വർക്കുണ്ട്, പിന്നെ എന്ന് പറഞ്ഞ ഈ നമ്മുടെ ചെന്നൈയിൽ നിന്നൊരു ഫാമിലി ഉണ്ട്, അവര് ഇവിടെ ഗോണ്ടി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നവരാണ്, അവരുണ്ട്. അല്ലാതെ ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഇവിടെ ഉണ്ട്. ഇവർ 3 പേരല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ ഞാനും എന്റെ ചേച്ചിയും ഞങ്ങൾ 4 പേരും കൂടി എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ ദേശം കർത്താവെ നിന്റെ വേലക്കാരെ കൊണ്ട് നിറയണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ പിന്നെ CSI അങ്ങനെ കുറെ ഡിനോമിനേഷൻ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ഇവര് എല്ലാ സംഘടനയിലെ മിഷണറിമാരെല്ലാരും കൂടെ ഒരിക്കലും സുവിശേഷം കേൾക്കാത്ത ഒരു വില്ലേജിൽ പോകാനായിട്ട് എല്ലാവരും തയ്യാറായി, എല്ലാവരും പോകാനായിട്ട് പോയി. ആ സമയം ഞങ്ങളൊന്നും ആരും തന്നെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരല്ല. എല്ലാ തരത്തിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഭക്ഷണം ഇല്ലാതെയും അവർക്ക് ഡ്രസ്സ് കൊടുക്കാൻ നിവർത്തിയില്ലാതെയും, ഒരു ദിവസം ആഹാരം ഉണ്ടെങ്കിൽ 2 ദിവസം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇല്ലാത്ത കണ്ടീഷനാണ് എല്ലാ മിഷണറിമാരുടെയും. ആ സമയം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു മുസ്ലിങ്ങളുടെ വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അച്ഛനെ എന്നെയും കുഞ്ഞുങ്ങളെ ആ വീട്ടിലാക്കിയിട്ട് ഇവരുടെ കൂടെ സൈക്കിളിൽ യാത്രയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അന്ന് രാത്രി എന്റെ കുഞ്ഞുങ്ങൾ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഈ മൂത്ത മോക്ക് 3 വയസ്സുണ്ട്, ഈ മൂത്ത മോള് ഒരു ദിവസം അന്ന് 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ കൊടുക്കുന്നത് ജീരക വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പും പഞ്ചസാരയിട്ട് കുപ്പിയിൽ നിറച്ച് ബോട്ടലുകൾ നിറച്ച് ഈ 2 കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. ഇവരിത് കുടിച്ചതങ്ങ് ഉറങ്ങും. അപ്പൊ അങ്ങനെ ഈ 3 ദിവസമായിട്ട് ഈ 3-ാമത്തെ ദിവസമായപ്പോ എന്റെ മൂത്ത കുഞ്ഞിന് പെട്ടെന്ന് ഒരു പനി അങ്ങ് കൂടിയിട്ട്, പനി എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തൊടാൻ വയ്യാത്ത പനി, വല്ലാത്ത ക്ഷീണവും, അവള് കണ്ണു തുറക്കുന്നില്ല. ആ രാത്രി 1 മണിയായപ്പോ ഇവളിങ്ങനെ എനിക്ക് ടാറ്റ പറഞ്ഞിട്ട് പറയാ, മമ്മി ഞാൻ പോവുകയാണ്, പപ്പ വരുമ്പം പറയണം പപ്പയുടെ മോള് പോയെന്ന് പറയാ. അപ്പൊ 2-ാമത്തെ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഇവളെ എങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചോട് ദൈവത്തോട് കരഞ്ഞു. കാരണം ഇവള് മൊത്തമായിട്ട് അവളെ ശ്വാസം നിലച്ചു എന്നുള്ളത് എനിക്കറിയാം. കാരണം അവളെ ശരീരം മൊത്തവും അങ്ങ് എന്ന് പറഞ്ഞാല് പിടിച്ചിട്ടെല്ലാം കുഴഞ്ഞു വീഴുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ 4 പേരാണ് വന്നത്. കർത്താവെ, എന്റെ കുടുംബക്കാരല്ല, കർത്താവിന്റെ ദാസന്റെ കുടുംബക്കാർ ഇത് കേട്ടാൽ നിന്ദിക്കാൻ ഇത് മതി, അതുകൊണ്ട് 4 പേരാ ഞങ്ങൾ വന്നത്, ഒന്നുപോലും കുറഞ്ഞാൽ ഞാൻ തിരിച്ച് നാട്ടിൽ പോകത്തില്ല, അത് നിന്റെ സാക്ഷിക്ക് അത് യോഗ്യമല്ല അപ്പ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ഇവളെ എടുത്ത് ഇങ്ങനെ കൈ
കയ്യിൽ വെച്ച് ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഞാൻ വളരെ കണ്ണുനീരോടെ എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന്. ആ പിള്ളേരെ പോലെ തന്നെയാണ് ഞാനും. ആഹാരം കഴിച്ചിട്ട് മൂന്ന് നാല് ദിവസത്തിൽ കൂടുതലായി. എൻ്റെ ഇളയ കുഞ്ഞ് പിന്നെന്തോന്ന് പറയണേ, അവള് എൻ്റെ പാല് കുടിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ കാര്യവും ഇതെല്ലാമായിട്ട് ഞാൻ വല്ലാത്ത അവസ്ഥയില്. ഇവര് പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തു വെച്ച് ദൈവസ്ഥാനിൽ നിലവിളിക്കുക, കർത്താവേ ഇവക്ക് നീ ഒരു വിടുതൽ തരണം, ഈ കുഞ്ഞിനെ എനിക്ക് തിരികെ തരണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയം അതായത് വെളുപ്പിനെ ഒരു 3 മണിയായപ്പോ ഇവള് പെട്ടെന്ന് ഇവളുടെ കൈ ഒന്ന് ചലിക്കാൻ തുടങ്ങി. ഈ കൈ ചലിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അവളെ എൻ്റെ മാറോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് വീണ്ടും കരയുകയാണ്. നീ എനിക്ക് ആദ്യമായി ദാനം തന്നതാണ്, അപ്പൊ നീ തിരിച്ചു തരയണം എന്നിങ്ങനെ ഞാൻ പൊട്ടി കരഞ്ഞ് എൻ്റെ കണ്ണീര് മൊത്തം അവളുടെ മുഖത്ത് വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അവളുടെ ആ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ചൂട് വന്നിട്ട് അവളിങ്ങനെ കണ്ണ് തുറന്നിട്ട് മമ്മി എനിക്ക് വെള്ളം വേണം എന്ന് പറയാനിടയായി. ഈ വെള്ളവും കൊടുത്തതിന് ശേഷം വീണ്ടും ഇവക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നിനക്കൊരു ദോഷം വരത്തില്ല. ഈ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിനക്കൊരു ദോഷം വരത്തില്ല, ഒരു ദോഷം നിനക്ക് വരത്തില്ല, അവൻ നിന്റെ കൂടെയുണ്ട് എന്നിങ്ങനെ ആ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കർത്താവിന്റെ ദാസൻ 9 ദിവസം, അതായത് അവർ 10 ദിവസത്തേക്ക് പോയി 5 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഈ ഏരിയ മൊത്തം നക്സലൈറ്റിന്റെ ഏരിയ ആണ്. ഒരു സ്കൂളിലാണ് ഇവർ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. സ്കൂളുകളെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. ഒരു കുട്ടികൾ സ്കൂളിൽ പോകാറില്ല. അവർ ഈ ഗ്രാമങ്ങളിലെല്ലാം ചാരായം ഉണ്ടാക്കുന്നുണ്ട്. അതും കുടിച്ച് ഈ തമ്പാക്കും ഒക്കെ കഴിച്ച് കന്നുകാലികളെ മേയിച്ച് നടക്കുന്നതാണ് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള പിള്ളേർ. അപ്പൊ ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ക്ലാസ്സുകൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവർ പോയത്. അപ്പൊ അവിടെ നക്സലൈറ്റിന്റെ എന്തോ പ്രതികൂലം ഉണ്ടായപ്പോൾ ഇവർ 5-ാമത്തെ ദിവസം തിരികെ വരുമ്പോൾ ഞാൻ ദൈവത്തിന് ദാസനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പപ്പയ്ക്ക് ഒരു ലെറ്റർ ഇട്ട് എൻ്റെ കൊച്ചിന് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ നാട്ടിലേക്ക് തിരികെ ചെന്നു. ഞാൻ നാട്ടിൽ തിരികെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പപ്പയായിട്ട് ഞാനും പോയി. അന്ന് പപ്പയ്ക്ക് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ആയതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെ ഫ്രീ ഉണ്ട് പപ്പയ്ക്കൊക്കെ. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞു, നിനക്കൊരു നല്ല ഡോക്ടറെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഞാൻ നാലാഞ്ചിറ അന്നമ്മ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആണ്. പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ ഇവളെ കൊണ്ടുചെന്നു. ഇവളെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ആദ്യം ഇവളെ വെയിറ്റ് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എത്ര വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു 3 വയസ്സ്. 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു 15 കിലോയെങ്കിലും വേണം, ഈ കുഞ്ഞിന് എന്താ നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ. ഞാനും പപ്പയുമായിട്ട് മെഡിക്കൽ കോളേജിൽ ഇവളെ കൊണ്ടുപോയി. അവിടെ ചെല്ലുന്ന സമയം നടക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മെഡിക്കൽ കോളേജിൽ ഇവളെ സ്കാനിങ് സെന്ററിനകത്ത് കയറ്റി ഇവളെ സ്കാനിങ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് ഡോക്ടർ റിപ്പോർട്ട് എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇവൾക്ക് ഹാർട്ടിനകത്ത് ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരി, കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള യാതൊരു മാർഗവും ഇല്ല. ഉണ്ടെന്ന് പറയേണ്ട പപ്പയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബാക്കി എല്ലാവരും കർത്താവിന്റെ വേലക്കാരാണ്. പക്ഷെ എനിക്കൊരു നല്ല ഉറച്ച വിശ്വാസമുണ്ട്, എന്നെ സൗഖ്യമാക്കിയ കർത്താവ് എൻ്റെ കുഞ്ഞിന്റെ മേൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അവിടെ നിന്ന് തിരികെ വന്നപ്പോൾ അവർ കുറച്ച് മരുന്ന് മെഡിസിനൊക്കെ എഴുതി തന്നു. ഞങ്ങൾ അതെല്ലാമായിട്ട് വീട്ടിൽ വന്ന് ഇവർക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട്. ഡെയിലി ഒരു ഗ്ലാസ് പാല് കൊടുക്കണം, ഇവളെ നല്ലതുപോലെ നോക്കണം, എന്നാലേ അത് റിക്കവറായി വരുവുള്ളൂ എന്നെല്ലാം പറഞ്ഞു. കുറെ കഴിയുമ്പോൾ കൊച്ചിന്റെ സംസാര ശേഷി നഷ്ടപ്പെടും എന്നൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോഴും ഞാൻ എപ്പോഴും ഇവളെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, അവൾക്ക് ദീർഘായുസ്സിനെ കൊടുക്കണമേ, അവൾ നിന്റെ വേലയ്ക്കുള്ളതാണ് എന്നിങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തോട് ഒരു തീരുമാനം എടുത്ത്, കർത്താവെ എൻ്റെ എല്ലാ അവസ്ഥകളും അങ്ങേക്കറിയാം, ഞാൻ ആരുടെ മുന്നിൽ കൈനീട്ടാൻ പോകത്തില്ല, നീ എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ എനിക്ക് വചനം കേൾക്കാൻ ഭയങ്കര ആഗ്രഹം, ഭയങ്കര ദാഹമാണ്. അപ്പം ഞാനിങ്ങനെ അറിഞ്ഞു പുത്തിരിക്കണ്ട മൈതാനത്തില് പാസ്റ്റർ സുരേഷ് ബാബു പാസ്റ്ററുടെ മീറ്റിംഗ് നടക്കുകയാണ് 7 ദിവസത്തെ. അപ്പൊ എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ഒരുപാട് നാളായി ഒരു കൺവെൻഷന് കൂടിയിട്ട് പപ്പ, അപ്പൊ ഞങ്ങള് അവളെയും കൂടെ കൂട്ടി ഞങ്ങൾ അവിടെ വരാം. പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് നേരെ അവിടെ വരാം, യോഗ സ്ഥലത്ത് നീ കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അമ്മയും എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുമായിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനോട് ഒരു വാക്ക് പറഞ്ഞു, മോനെ പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്നെ കൊണ്ട് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. സകല വൈദ്യനും
വൈദ്യനിലും സകല ഡോക്ടറിലും വലിയവനാണ് നമ്മുടെ യേശുപ്പൻ. അതുകൊണ്ട് മക്കൾ ഒരു കാര്യം ചെയ്യണം, മമ്മി പറയുന്നത് പോലെ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ ശുശ്രൂഷ, ദേവദാസന്റെ പ്രസംഗം എല്ലാം കേട്ടിട്ട്, അവൻ നിനക്ക് സകലത്തിനും മതിയായവൻ, അവൻ നിന്നിലും അവന്റെ കരം നിന്റെ മേലിൽ വെച്ചിരിക്കുകയാൽ ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല എന്നുള്ള വിഷയമായിരുന്നു അന്ന് പാസ്റ്റർ പ്രസംഗിച്ചത്. അപ്പൊ പാസ്റ്റർ പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ ഈ മോളെ എടുത്തിട്ട് അടുത്ത് ചെന്നിട്ട് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശുപ്പ അങ്ങ് എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ അങ്ങയുടെ വേല ചെയ്യാം, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കാം എന്ന് മക്കൾ പറയണം. 3 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവള് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് പറഞ്ഞു, യേശുപ്പ എന്നെ സൗഖ്യമാക്കണേ, ഞാൻ യേശുപ്പന്റെ വേല ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ മൈക്കിൽ കൂടി ഉറച്ച് ഇങ്ങനെ വിളിച്ച് പറയുകയായിരുന്നു, 3 വയസ്സുള്ള ഒരു കുഞ്ഞ് ഹൃദ്രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, ദൈവം അവളെ തൊട്ടിരിക്കുന്നു, ദൈവം അവളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഉടനെ തന്നെ ആ കുഞ്ഞിനെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി അവളോട് അവളെ പേര് പറഞ്ഞു കൊടുത്ത് എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ മിഷണറി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. അവളെ ചെക്കപ്പിന്റെ ടൈമായി. അപ്പോഴും ഈ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അന്ന് ഡോക്ടർ ഇവളെ നല്ലതുപോലെ ചെക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇവക്ക് അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് തന്നെ ആ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എനിക്ക് ആ പുള്ളിക്കാരുടെ മുന്നിൽ ഒരു ഭയങ്കര ജീവനുള്ള സാക്ഷിയാകാൻ ദൈവം സഹായിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, ഇങ്ങനെയാ സംഭവിച്ചത്. അങ്ങനെ അവളെ അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് 6 വയസ്സ് കഴിഞ്ഞാൽ അവള് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞ് അവളെ ദൈവം സൗഖ്യമാക്കിയതാണ്, ഞാൻ വേറൊരു മെഡിസിനും കൊടുത്തില്ല, വേറൊരു ഡോക്ടറെയും കാണിച്ചില്ല, സ്വർഗത്തിലെ ദൈവം അവളെ കൈ നീട്ടി സൗഖ്യമാക്കി എന്ന് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അവള് പിന്നെ 6 വയസ്സുള്ളപ്പോൾ 6 വയസ്സ് വരെ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ 6 വർഷം വരെ ജീവിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് ഇന്ന് 30 വയസ്സുണ്ട്. 2 മക്കളുടെ അമ്മയാണ് അവള്. അവളാണ് ഛത്തീസ്ഗഡിൽ വീണ്ടും കർത്താവിന്റെ വേലയ്ക്കായി തിരികെ വരാനായിട്ട് ദൈവം അവളെ ഉപയോഗിക്കുന്നുണ്ട്. അവര് ശുശ്രൂഷയിലാണ്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളിൽ കൂടി കർത്താവ് എന്നെ കൊണ്ടുവന്നപ്പോ എനിക്ക് ഛത്തീസ്ഗഡിനെ കുറിച്ച് ഒരു വലിയ ആത്മഭാരം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു. അനേക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെയും അനേക ആശ്രയമറ്റ സഹോദരിമാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന ഉണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, വയറ്റിൽ ഒരു ട്യൂമർ ഉണ്ട്, അത് പിന്നെ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് അവര് ഉടനെ തന്നെ ബോംബെയിൽ ഹോസ്പിറ്റലിൽ അയച്ചു. എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ടായി. കാരണം എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് ഞാനില്ലെങ്കിൽ ദേവദാസൻ ഒറ്റപ്പെട്ടു പോവും. അപ്പോൾ ഇതൊക്കെ എന്തായി തീരും എന്ന് വല്ലാത്തൊരു ഭാരമുണ്ട്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് മൗനമായിട്ട് ഇരുന്നിട്ടുണ്ട്, സംസാരിക്കാതെ. അപ്പൊ എൻ്റെ 2ാമത്തെ കുഞ്ഞ് എന്നോട് പറഞ്ഞു, ബ്ലഡ് എടുത്ത് കൊടുത്തതല്ലേ ഉള്ളൂ മമ്മി, അതിന് മമ്മി എന്തിനാ ടെൻഷൻ അടിക്കണം, കാരണം ഡോക്ടർ എന്ത് പറഞ്ഞ റിപ്പോർട്ടിൽ ക്യാൻസറിൻ്റെതാണ് എഴുതിയിരിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. ഈ റിപ്പോർട്ട് പോയി 2 ആഴ്ച കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തിരിച്ചു വന്നപ്പോ ഇത് പറഞ്ഞ അവിടെ നിന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാം, നിങ്ങളുടെ റിപ്പോർട്ട് വന്ന് കൊണ്ടുപോയി. എനിക്ക് ആ റിപ്പോർട്ട് മേടിക്കാൻ പേടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചിന്തകൾ എന്നെ ഭാരപ്പെടുത്തി. അപ്പൊ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതായത് ആ ലാബറട്ടറിയിൽ നിന്ന് അവരെന്നെ വിളിച്ചിട്ടുണ്ട്, മോനെ നമുക്ക് അവിടെ പോയി അത് മേടിക്കാം. നോക്കുമ്പോ ഇവൻ എന്നോട് പറഞ്ഞു, മമ്മി വണ്ടിയിൽ പെട്രോൾ ഇല്ല, എങ്ങനാ പോകുന്നേ? അപ്പൊ ഞാൻ ഉടനെ തന്നെ എൻ്റെ കൈ വെച്ച് ബൈക്കിൽ പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരികെ വരുന്നത് വരെ ഈ വണ്ടി എങ്ങും ബ്രേക്ക് ആവാൻ അനുവദിക്കരുത്, നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാനും മോനും കൂടി പോയി. ആ റിപ്പോർട്ട് എടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ നല്ലവണ്ണം നോക്കി. എന്നിട്ട് നല്ലവണ്ണം എല്ലാം ടെസ്റ്റ് ചെയ്തതെല്ലാം നോക്കിയിട്ട് പുള്ളിക്കാരി അവരോടുകൂടി പഠിച്ച ഡോക്ടർമാരെ ബോംബെയിലുള്ളവരെയോ ചെന്നൈയിലുള്ളവരെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇതിനകത്ത് ഒന്നും ഇപ്പം കാണാനില്ല, അന്ന് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് സ്കാൻ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ അവരോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ എന്നെ മണ്ണിൽ നിന്ന് എടുത്ത് നിന്റെ ഇഷ്ടപ്രകാരം പണിതു, അതുകൊണ്ട് ഇതിനകത്ത് എൻ്റെ ശരീരത്ത് ഒരു കത്തിയോ ഒരു മുള്ളോ ഇടാൻ നീ അനുവദിക്കരുത്, എനിക്ക് സൗഖ്യം നീ തരണം, എങ്കിലേ എനിക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ പറ്റൂ, ആദ്യം ഞാൻ സൗഖ്യം പ്രാപിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞു. കാരണം ഇത് കത്തോലിക്കല ഡോക്ടറാണ്, ഡോക്ടർ ടിന ജോർജിനോട് ഞാൻ ഇത് പറയുമ്പോൾ പുള്ളിക്കാരി എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്ര
അത്രയ്ക്ക് ഈശോയിൽ നിങ്ങൾക്ക് വിശ്വാസമാണോ എന്ന് ചോദിച്ചു. എന്നാൽ ദൈവം അവിടെ നിന്ന് എന്നെ ശക്തമായിട്ട് പുറത്തു കൊണ്ടുവന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വന്ന ഓരോ അനുഭവങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ, ദൈവം എനിക്ക് എന്നോട് ഫോൺ കോളിൽ പോലും ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ അവരുടെ രോഗത്തിന്റെ അവസ്ഥ പറയുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ സാക്ഷ്യമാണ് അവർക്ക് പറയുന്നത്. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീച്ചുളയുടെ അനുഭവമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം. ഈ നാട്ടില് ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കണ്ണുനീരിന്റെ വഴിയിൽ കൂടി പല പ്രാവശ്യം എന്നെ തകർത്ത് കളയാൻ പല രീതിയിൽ ഇവിടത്തെ, അതായത് ഗ്രാമക്കാരും ഇവിടത്തെ എന്ന് പറയുന്നത് മന്ത്രശക്തികളും ഒക്കെ എനിക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങളിൽ കൂടി എനിക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 വേലസ്ഥലമുണ്ട്. ഒരു വേലസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഞാൻ ഇപ്പൊ താമസിക്കുന്ന നാരായൺപൂരിൽ നിന്ന് 52 കിലോമീറ്ററാണ് കോണ്ടകാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് അവിടെ ചർച്ച് ഹാളും താമസ സൗകര്യമുണ്ട്. ഞങ്ങളിപ്പോ താമസിക്കുന്നിടത്ത് ചർച്ച് ഹാളില്ല, ആരാധനയ്ക്കുള്ള സൗകര്യമില്ല, വാടക വീട്ടിലാണ് ഞങ്ങൾ ആരാധന നടത്തുന്നത്. ഞാൻ അവിടുന്ന് 52 കിലോമീറ്റർ ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ, അതായത് കർളക്കായ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഞാൻ ആരാധനയ്ക്ക് പോകുന്ന സമയം അവിടെ ഒരു എന്ന് പറഞ്ഞാൽ മൊത്തം സഹോദരിമാര് ഒരുപാട് പേരുണ്ട്. എല്ലാം മിക്കുള്ളവർ വിധവകളാണ്. എല്ലാ വീട്ടിലും മദ്യം ഉണ്ടാക്കും. എല്ലാ വീട്ടിലുള്ള 1 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾ പോലും മദ്യപിക്കുന്ന അവസ്ഥയാണ്. ഇവരുടെ ഇടയിൽ ഞങ്ങള് സുവിശേഷ പ്രവർത്തനത്തിനായി ഞാനും എൻ്റെ കർത്താവിന്റെ ദാസനുമായിട്ട് 8 വർഷം ഈ ഏരിയയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു 10-40 ആൾക്കാരെ ദൈവം തന്നത്. അപ്പൊ ആ ഗ്രാമം തുറക്കാൻ ഇടയായത്. അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലെല്ലാം പോയി സുവിശേഷം പറഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് എത്ര വീടുകളിൽ പോയോ ആ വീടുകൾക്കെല്ലാം വേണ്ടി ദൈവസന്നിധിയിൽ അവിടെ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് തിരികെ വീട്ടിൽ പോകുന്നത്. സൈക്കിളില്ല, നടന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ വരുന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് പോരുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ പറയും, ഈ വീട് ഞങ്ങൾക്ക് തരണേ കർത്താവേ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരികെ വരുന്നത്. എന്നാൽ ആ ഏരിയയില് ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തായിട്ട് കെട്ടിയിട്ടിരിക്കുക 5 വർഷമായി. അപ്പൊ BJP-ക്കാരൻ ഞങ്ങൾ അവിടെ ഉള്ള 2-3 ടീമുകാർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നീ യേശുവിനെ പ്രസംഗിക്കാൻ നടക്കുന്ന വ്യക്തിയാണല്ലോ, നിന്റെ യേശു വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അവന്റെ ഭ്രാന്തൊന്ന് നീ മാറ്റണം, നീ നിന്റെ കുടുംബം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ വരാനോ നിങ്ങളെ ഞങ്ങൾ ജീവനോട് വിടുകയില്ല എന്ന് പറയാനിടയായി. അന്നേരം ഞങ്ങള് കുടുംബമായിട്ട് ആ വീട്ടിൽ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നാ മതി എന്നല്ല അവരോട് ഉപദേശിച്ചു. അന്ന് രാത്രിയിൽ ഞങ്ങൾ 2 പേരും കൈയോട് കൈ ചേർത്ത് ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച്, കർത്താവേ അവിടുത്തെ വിടുതൽ അങ്ങയുടെ കയ്യിലാണ്, ആ ഗ്രാമം ഒന്നടങ്ങ് യേശുവിനെ അറിയാൻ അതിനായിട്ട് അങ്ങ് അവിടെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിയിൽ മൊത്തം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയായി. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ അവിടെ ഉപസിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ അവിടുത്തെ വലിയ പോരാട്ട ശക്തികളെ മാറ്റി, ആ ദേശാന്തര ശക്തികളെ മാറ്റി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടാകും. അതോടുകൂടി ആ ദേശം കർത്താവിന് വേണ്ടി തുറക്കപ്പെടും എന്ന് ദൈവത്തിന്റെ ആലോചന ഉണ്ടായി. ഞങ്ങൾ അവിടെ പോയി ആ വീട്ടിലെ ഒരു സഹോദരി, ആ പുരുഷൻ, അതായത് ആ മകന്റെ അമ്മയോടുകൂടി ചേർന്ന് ഞങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വ്യാഴാഴ്ച തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വ്യാഴാഴ്ച രാത്രി 1 മണിക്ക് ദൈവത്തിന്റെ ആത്മ ശക്തമായിട്ട് ഇടപെട്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ അവനെ സൗഖ്യമാക്കുമെന്ന്, അവന്റെ ബന്ധനത്തെ ഞാൻ അഴിക്കുമെന്ന് പറഞ്ഞു. അന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൻ പാർക്കുന്ന ആ റൂമിൽ, അവൻ ഏത് റൂമിലാണോ അവനെ എവിടെ കെട്ടിയിട്ടിരിക്കുന്നു അവിടെ തന്നെ കുറച്ച് കച്ചിയെല്ലാം വിരിച്ചിട്ട് ആ കച്ചിയിൽ ഇരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആർക്കന്ന് നമുക്കൊരു പായ തരാനോ ഒരു ഷീറ്റ് തരാനോ ഒന്നും അവരുടെ കയ്യിലില്ല. ആ പായൽ, ആ കച്ചിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം കുഞ്ഞുങ്ങൾ ഉറങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കറക്റ്റ് 12 മണി ദൈവത്തിന്റെ ശബ്ദം എപ്രകാരം കേട്ടോ അതുപോലെ ദൈവത്തിന്റെ വലിയ വിടുതല് ആ പൈതലിന്റെ മേലെ ദൈവം ഇറങ്ങുവാനിടയായി. അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ചങ്ങല അവൻ അച്ചായനോട് ഇങ്ങനെ പറയുകയാണ്, അങ്കിളെ ഇത് ആരാ എന്നെ ഇങ്ങനെ കെട്ടിയ, ഇതൊന്ന് അഴിച്ചു തരാമോ, എനിക്കൊന്ന് പുറത്തിറങ്ങണമെന്ന്. അപ്പൊ തന്നെ അവരുടെ വീട്ടുകാർ വന്നിട്ട് ആ ബന്ധനത്തെ മാറ്റി അവനെ പ്രാർത്ഥിച്ച് അവനെ പുറത്തിറക്കി. ഇന്ന് അവന് 2-3 മക്കളുമായിട്ട് അവൻ നല്ല രീതിയിൽ അവൻ ജീവിക്കുന്നുണ്ട്. കാരണം ആ കുടുംബം മൊത്തമായി കർത്താവിനെ അറിയാനിടയായി, ആ ദേശത്ത് കർത്താവിന്റെ സാക്ഷിയാകാൻ ഇടയായി, യേശു വലിയവൻ എന്നറിയുവാൻ ഇടയായി, യേശു ജീവിക്കുന്നു എന്നറിയാൻ ഇടയായി, അവൻ സകലത്തിനു മേലും മതിയായ ദൈവം എന്നറിയുവാൻ ഇടയായി. ഈ അനുഭവങ്ങളെല്ലാം കടന്നു വന്നപ്പോഴത്തേക്ക്
കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ ദേശത്ത് അതായത് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ അതായത് വലിയ വലിയ മന്ത്രവാദികൾ ആ ഗ്രാമത്തെ അടക്കി ഭരിച്ചിരുന്ന വ്യക്തികൾക്കെല്ലാം അതൊരു വിരോധമായി മാറുവാനിടയായി. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ആരാധന നടത്തുന്ന ആ സ്ഥലത്ത്, അതായത് കോണ്ടകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ദാസന ആരാധന നടത്തുന്ന ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ വന്നിറങ്ങുമ്പോൾ എന്നെ ഒരു സഹോദരന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് ഇങ്ങോട്ട് വരരുത്, നിങ്ങൾക്കെതിരായ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ ഞാൻ പിന്നോടും ദൈവത്തോട് ചോദിക്കുകയാണ്, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ? അങ്ങ് എന്നെ അയക്കുകയാണെങ്കിൽ ഞാൻ പോകും. കർത്താവ് എന്നോട് പറഞ്ഞു, നീ പോക, നീ മൗനമായിരിക്കുക, ഞാൻ ചിലത് അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര കൂട്ടം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. എൻ്റെ കുറെ വിശ്വാസികൾ അതിന്റെ ചുറ്റുമുണ്ട്. ഇവരെല്ലാം നിൽക്കുന്നിടത്ത് ഒരു കൂട്ടം ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ ഗോളം വരച്ചിട്ടുണ്ട്, ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇവരെന്നെ അതിനകത്താക്കിയിട്ട് അവിടുത്തെ മുഖ്യ, അതായത് കൊത്തുവാളെന്ന് പറഞ്ഞ അവിടുത്തെ മുഖ്യ ആളാണ്. കുറെ അവിടുത്തെ ഗ്രാമത്തിന്റെ അധികാരികളെല്ലാം കൂടി ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് എന്ന് പറയുന്ന സിന്ദൂരവും അങ്ങനെ കുറെ സാധനങ്ങൾ, പൂജാഗിരികളെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് അവൾ എൻ്റെ തലയിലോട്ട് ഇടാൻ വരുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ കൂടെ ഉള്ള വിശ്വാസികളെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് കരയുന്നുണ്ട്, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചോണ്ട്, പക്ഷെ ഇവര് ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവം എന്നോട് ശക്തമായി സംസാരിച്ചോണ്ട്, നീ മൗനമായിരിക്കുക, നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ ഞാൻ മതിയായ ദൈവം, നിന്നെ ഒരു അനർത്ഥവും വരാതെ നിന്നെ പരിപാലിക്കാൻ ശക്തനായ ദൈവം, ഇന്ന് ഈ ജനം എന്നെ അറിയും എന്നിങ്ങനെ പറയുവാനിടയായി. അപ്പൊ ഞാൻ ഇനി അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് നിൽക്കുക. ഈ സ്ത്രീ ഇത് കൊണ്ടുവരുമ്പോ ഇവരൊരു കാറ്റടിക്കുന്നത് പോലെ അവരെ കയ്യിലിരുന്ന പ്ലേറ്റും അവരും മറിഞ്ഞങ്ങ് വീഴാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ വേറൊരാള് അതിൽ നിന്ന് ഒരു പുരുഷൻ എണീറ്റ് വന്നു. അയാൾ ഇതുപോലെ ഈ പ്ലേറ്റും എടുത്ത് വരുമ്പോ അയാള് മുട്ടുകുത്തി വീഴുവാനിടയായി. എന്നിട്ട് ആ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എവളിൽ എന്തോ ഒരു വലിയ ശക്തി ഉണ്ട്, അതുകൊണ്ടാണ് അടുക്കാൻ പറ്റാത്തത്, എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോ അതിലും വലിയതായ ഒരു മന്ത്രവാദി ഉണ്ട്. ആ പുള്ളിക്കാരൻ ഒന്നും എടുത്തില്ല. പുള്ളി എണീറ്റ് എന്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ ആ ഗോളത്തിൽ കാല് വെക്കുമ്പോ തന്നെ 2 മുട്ട ഇടിച്ച് താഴെ നിലത്ത് വീണു. ഈ നിലത്ത് വീഴുമ്പോ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയോട് എന്ത് പറയും? ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്നെ ജീവനോട് വിടത്തില്ല. ഇത് എൻ്റെ ഉള്ളില് ഒരു ഭീതിയായി മാറി. അപ്പോഴും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഇതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നിങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ ഈ വ്യക്തിയെ നോക്കുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഒന്നും സംഭവിക്കത്തില്ല, നിന്റെ വലം കൈ കൊടുത്ത് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വലം കൈ കൊടുത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ദാദാ എണീക്കാൻ പറയുന്നു. ദാദാ എന്ന് പറഞ്ഞാൽ അപ്പച്ച എണീക്കാൻ എന്നാണ് അർത്ഥം. ഞാനിങ്ങനെ എണീപ്പിച്ചു. എണീറ്റ് കഴിഞ്ഞ ഉടനെ ഈ വ്യക്തി, ഈ പിതാവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നിൽ ഉള്ളതിനേക്കാള് ഒരു വലിയ ശക്തി അവളുടെ മേലുണ്ട്, അതുകൊണ്ട് ഒരു ദോഷം അവൾക്ക് ചെയ്യരുത്. ഒരു ദോഷം അവൾക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ ഭാരമായി തീരുമെന്ന് പറയാനിടയായി. അതിനുശേഷം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഈ ഗ്രാമത്തില് വന്നോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ, ആരാധനയ്ക്ക് പോകാൻ ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇനി അവരെ ആരും തടസ്സം ചെയ്യരുതെന്ന് പറയാനിടയായി. അങ്ങനെ ദൈവം ഒരു വലിയ അത്ഭുത പ്രവൃത്തി അവിടെ ചെയ്യുവാൻ തൊക്കിനിടയായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 6ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി എന്നെ പ്രതിഷ്ഠിച്ചതാണ്. നോർത്തിലെ വേലയ്ക്ക് വേണ്ടി ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു. സഭകരമായിട്ടും സംഘടനകരമായിട്ടും ഒക്കെ ഒത്തിരി വേദനകള്, ഒത്തിരി ഒറ്റപ്പെടലൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആയിരം ഒറ്റയൊക്കെ മുട്ടിന്മേൽ നിന്ന് എൻ്റെ തമ്പുരാനോട് കരയാനല്ലാതെ ഒരു മനുഷ്യനോട് പരാതി പറയുന്ന ഒരു അനുഭവം എനിക്കില്ല. ഞാൻ ആരോടും പരാതി പറയത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നിന്ന് കരയുക. ഒറ്റയ്ക്കായിരുന്നാൽ പോലും ഞാൻ പറയട്ടെ, കോണ്ടകാവിൽ ഞങ്ങൾ ആരാധന തുടങ്ങി. ആലയം പണിത് കഴിഞ്ഞപ്പോൾ ആരാധിക്കാൻ ആളില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ആലയത്തിൽ കടന്നു ചെന്നിട്ട് ആലയത്തിൽ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അകത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ആലയം ആവശ്യമല്ല, അപ്പൊ ഒരു റൂം മതി, പക്ഷെ ഇത് നീ ആലയം തന്നിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തിന് വിടുതലിന് കാരണമാകണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം 40ഓളം വിശ്വാസികളെ ദൈവം അവിടെ തരുവാനിടയായി. അത്രത്തോളം ദൈവം, അതായത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടെ, കർത്താവ് എന്നെ കൊണ്ടുപോയത് എല്ലാം തീച്ചുളയ്ക്ക് അകത്തൂടിയാണ് കർത്താവ് എന്നെ കൊണ്ടുവന്നത്. ഒരുപാട് വേദനകള്, പാരമ്പര്യമായിട്ടുള്ള ശക്തികളിൽ കൂടി ഒരുപാട് പീഡനങ്ങള്, ഒത്തിരി വേദനകളിൽ കൂടി എനിക്ക് കടന്നു വരേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ധൈര്യപ്പെടുത്തി, ദൈവത്തിന്റെ വചനം എന്നെ ആഴമായി, എന്നെ
വചനത്തിൽ കൂടി കർത്താവ് എന്നെ സ്ഥിരപ്പെടുത്തുവാൻ തൊക്കെ ഇടയായി. ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ, നല്ലതുപോലെ വചനം വായിക്കും. എനിക്ക് ഒത്തിരി ഭാരങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് നല്ല നല്ല മെസ്സേജുകൾ ഞാൻ അതായത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് എൻ്റെ നൈറ്റിയുടെ പോക്കറ്റിനകത്ത് അതായത് മൊബൈൽ ഇട്ടിട്ട് ഞാൻ അത് കേട്ടാണ് വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അനാവശ്യ വാക്കുകൾക്ക് വേണ്ടി എൻ്റെ ചെവി ഞാൻ കൊടുക്കാറില്ല. കാരണം എന്ന് ചോദിച്ചാൽ അത്രത്തോളം തീയിൽ നിൽക്കുന്ന, അത്രത്തോളം വേദന അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഒരു പറഞ്ഞാൽ എൻ്റെ മൂത്ത കുഞ്ഞിന്റെ വിവാഹ സമയമായി. അവളുടെ വിവാഹം കഴിച്ചയക്കണം. എൻ്റെ ബന്ധുക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എന്നെ അറിയാന്നുള്ളവരൊക്കെ പറയും, ഒന്നുമില്ല, ആര് കൊണ്ടുപോകും, എങ്ങനെ ഇവരുടെ ഭാവി നടക്കും എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതായത് ഈ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ അണച്ചു നിർത്തി പ്രാർത്ഥിക്കുവോ അതുപോലെ എൻ്റെ പപ്പ എങ്ങനെ എന്നെ പഠിപ്പിച്ചു അതുപോലെ ഈ കുഞ്ഞുങ്ങളെയും ചേർത്ത് എല്ലാ ദിവസവും സന്ധ്യപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കും. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയുള്ള കുടുംബജീവിതം വേണമോ, അത് എങ്ങനെയുള്ള ചെറുക്കൻ വേണോ, അതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ 5 മക്കള് വളർന്നു വരുമ്പോൾ അതായത് എൻ്റെ പിതാവ് മാതാവ് വളരെ വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഭംഗിയായി ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി. അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യുന്ന കർത്താവിന്റെ വേലയാണ്, ഞാൻ ചെയ്യുന്ന കർത്താവിന്റെ ശുശ്രൂഷയാണ്, അനേകർക്ക് ഞാൻ യേശുവിനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്തും വിശ്വാസം വളരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുക. എൻ്റെ മൂത്ത കുഞ്ഞിന്റെ വിവാഹത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയി കഴിഞ്ഞു. അപ്പൊ ഈ കല്യാണത്തിനുള്ള എല്ലാ സെറ്റിൽമെന്റ് കാര്യങ്ങളും ചെയ്തു. പക്ഷേ കയ്യിൽ 1 രൂപ പോലും ഇല്ല. കൊച്ചിനെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവര് പോയി കഴിഞ്ഞിട്ട് അവര് എന്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴും എനിക്ക് പറയാൻ മറുപടിയില്ല. അപ്പൊ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, അവര് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്, മമ്മി എന്ത് പറയുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവളോട് പറഞ്ഞു, അവള് എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ പ്രാർത്ഥിക്കാം, ദൈവഹിതമാണെങ്കിൽ ഇത് നടക്കട്ടെ. കല്യാണ സമയമായപ്പോ അതായത് അവളുടെ എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ഒരുക്കം അവര് പറയാ, ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോ അവര് പറയാ, മെയിൽ നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പേ എൻഗേജ്മെന്റ് നടത്തണം, ഞങ്ങളുടെ കയ്യിൽ കാശില്ല. കാരണം തിരികെ വരുന്നതും പോകുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾ ലോക്കൽ ട്രെയിനിലാണ് പോവുകയും വരികയും ചെയ്യുന്ന നാട്ടില്. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ എൻഗേജ്മെന്റ് ദൈവഹിതമാണെങ്കിൽ നടക്കും. അങ്ങനെ എൻ്റെ 2 പെൺപിള്ളേരും ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മൂത്ത മോക്ക് ഞാൻ അവളോട് പറഞ്ഞു, എൻഗേജ്മെന്റിന് നിനക്കൊരു നല്ല ഡ്രസ്സ് വേണ്ടേ, അതെന്ത് ചെയ്യും? അപ്പോ അവൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതിൽ നല്ലത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം നിന്നെ മാനിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ഇവള് 7 ദിവസത്തെ ഫാസ്റ്റിങ്ങില് എന്നെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ഇവിടെ വരെ വരാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ എൻ്റെ കൊച്ചിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവര് എൻ്റെ കയ്യില് അവക്ക് വസ്ത്രത്തിന് വേണ്ടിയുള്ള കാശ് തന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സിന്റെ കാശ് ദൈവം തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവള് ഒത്തിരി കണ്ണീരോടെ പറഞ്ഞു, നമ്മളെ യേശുപ്പൻ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ് അമ്മ, മമ്മി ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നിങ്ങനെയുള്ള എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻഗേജ്മെന്റ് നടത്താൻ അതിനൊരു സാമ്പത്തിക വഴികളില്ല, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവം ലജ്ജിക്കാതെ വണ്ണം ആ മാർഗങ്ങളും ദൈവം തുറന്നു. കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങൾ നിൽക്കുന്ന സംഘടനയിൽ തന്നെ ഞങ്ങളുടെ ഡയറക്ടറുകൾ എന്നോട് ഇങ്ങനെ പറയാനുണ്ടായി, കൊച്ചിന് എത്ര പേര് വരും, അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണമല്ലോ. അതും കർത്താവ് അത്ഭുതകരമായി നടത്തി. അവളുടെ വിവാഹ സമയവും അവൾക്ക് ഡ്രസ്സ് മേടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ അവളിലുള്ള ആ വിശ്വാസം, അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, ഞാൻ 2000 രൂപയുടെ ഒരു സാരി അവൾക്ക് വേണ്ടി ചിന്തിച്ചു. കർത്താവ് അവൾക്ക് 15,000 രൂപ അവൾക്ക് ആ ഒരു മൊത്തമുള്ള സെറ്റ് മേടിക്കാനായിട്ട് ദൈവം അവൾക്ക് വേണ്ടി വഴി തുറന്നു. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ദൈവം അവളെ സഹായിച്ചു. അതുപോലെ 2ാമത്തെ മോള് നല്ല വണ്ണവും നല്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി കറുപ്പും ഒക്കെയാണ്. അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞ്, മൂത്തവള് കാണാൻ കൊള്ളാന്നുള്ളത് കൊണ്ട് അങ്ങനെ നിനക്ക് ഫ്രീ ആയിട്ട് കല്യാണം നടന്ന്, പക്ഷെ ഇവളെ ആര് കൊണ്ടുപോകും എന്ന് ചോദിക്കും. നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ,
എന്ന് ചോദിക്കുന്ന സമയമൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ദൈവസേനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കും. അതായത് ഏകദേശം ഒരു 10-27 പേരെങ്കിലും എൻ്റെ കൊച്ചിന്റെ ഫോട്ടോ റിജക്ട് ചെയ്തു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട, ഞാന് എനിക്കൊരു മോനുണ്ട്, മോന്റെ കൂടെ ഞാൻ നിന്നോളാം, ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ എനിക്ക് അതല്ല ആഗ്രഹം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുള്ള കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നുള്ള വാഗ്ദത്തമുണ്ട്. അങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അങ്ങനെ ഇരിക്കവെയാണ് കോവിഡ് സമയത്ത് പെട്ടെന്ന് അവൾക്ക് വേണ്ടി ഒരു ആലോചന വരികയും അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കൊച്ചിന്റെ വീട്ടുകാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കൊച്ചിനെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാ സെറ്റിൽമെന്റും അവർ ചെയ്തത്. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാര്യം, സുവിശേഷ വേലയുടെ മുഖത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന മിക്ക ദൈവദാസന്മാരുടെ ഫാമിലിയിൽ കൂടുതലും ഭാരപ്പെടുന്നത് തലമുറകളെ ഓർത്താണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്ന സമയത്ത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്, എനിക്ക് വേണ്ടി ചെയ്ത കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും സകലത്തെയും ചെയ്യുവാൻ മതിയായ ദൈവം, ഒരു രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനൊരു നല്ല ഭാവി എന്ന് പറയും. എൻ്റെ ഫാമിലിയിൽ, എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും മക്കളില് ഫാമിലിയിൽ ഇത്രയും സുന്ദരനായ ഒരു ചെറുക്കനില്ല. അത്രയ്ക്ക് നല്ലൊരു പൈതലിനെ ദൈവം അവൾക്ക് വേണ്ടി കരുതി. ഞാൻ പറഞ്ഞത് ദൈവം തരുന്നത് ശ്രേഷ്ഠമായതേ തരുവുള്ളൂ. അപ്പൊ അങ്ങനെ അവളുടെ ഭാവിയും കഴിഞ്ഞു. അപ്പൊ ഈ വിധത്തിലൊക്കെ എന്നെ ദൈവം നിന്ദിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ മാനിക്കാൻ കർത്താവ് ഇടയാക്കി എന്ന് പറഞ്ഞാൽ അത്രത്തോളം എൻ്റെ കണ്ണുനീര്, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ള ഒരു അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഞാനാണോ അധികം കരഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും. ഒത്തിരി എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിൽ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ, അതായത് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കേരളത്തിലുള്ളവർക്ക് അത്ര താല്പര്യം കാണത്തില്ല. കാരണം കൾച്ചർ വേറെയാണ്, അവരുടെ സിറ്റുവേഷൻ വേറെയാണ് എന്നുള്ള ഒരു രീതിയുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, സകലത്തിനും മീലെയും മറികടന്ന് അവർക്ക് വേണ്ടി കരുതുവാൻ ശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് അവൻ എന്നെ വെളിപ്പെടുത്തുവാൻ തൊക്കിനിടയായി. അത് കാരണം വീണ്ടും എനിക്ക് മറ്റുള്ളവരോട് ഇത് പറയുവാൻ തൊക്കണം കഴിയുക. പെട്ടെന്ന് അവളുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് കർത്താവിന്റെ ദാസന് പെട്ടെന്ന് അറ്റാക്ക് ആയത്. അറ്റാക്ക് ആയിട്ട് പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആദ്യം ഒരു പ്രാവശ്യം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ കുഴഞ്ഞു വീണു. അവിടെ നിന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് തിരികെ വീട്ടിൽ വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അറ്റാക്കായി. ദേവദാസനെ ഇവിടെ റായ്പൂരിൽ ഒരു ഡോക്ടറെ അടുത്തും കാണിച്ചിട്ട് അവര് ഒത്തിരി റേറ്റുകൾ പറയുന്നുണ്ട് ചെക്കപ്പ് ചെയ്യുന്നതിന് പോലും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്, അതായത് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണതിന് പോലും ക്യാഷ് മേടിക്കുന്ന ഒരു അനുഭവം. ആ സമയത്ത് ഞാൻ എങ്ങനെ ചിന്തിച്ചു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു 5 ദിവസത്തേക്കുള്ള ഇഞ്ചക്ഷനുള്ള മെഡിസിൻ രണ്ടാമത്തെ മോളോട് പറഞ്ഞ് നീ അത് മേടിച്ച് രണ്ടാമത്തെ മരുമകനുമായിട്ട് ഇവരെല്ലാരും കൂടി അച്ചാനെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അച്ചാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു മാർഗവും ഇല്ല, കയ്യിൽ കാശില്ല. ഇത് ഞാൻ ഉടനെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഛത്തീസ്ഗഡിൽ ചികിത്സാ കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ആങ്ങളെ വിളിച്ച് ചോദിച്ചു, മോനെ ഈ ചികിത്സാ കാർഡ്, അതായത് ഛത്തീസ്ഗഡിലെ ചികിത്സാ കാർഡ് കേരളത്തിൽ ഓപ്പൺ ആകുമോ എന്ന് നോക്കണം. അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനത് സംസാരിച്ചിട്ട് പറയാ, ഞാൻ വാട്സപ്പിൽ ഇതെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് തിരക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല, അളിയനുമായിട്ട് ഇങ്ങ് പോരാൻ പറഞ്ഞു. ഇപ്പൊ ഈ പോകുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ട് ഒന്നുമില്ല കയ്യില്. അപ്പൊ എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവും കുടുംബവും അവര് ചേച്ചിയും കുടുംബം ഇവിടെ ഉണ്ട്. അവര് എന്നെ അവരുടെ സഭയിൽ നിന്നും അവരുമായിട്ട് ഒരു 10,000 രൂപ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ മൂത്ത മകൻ ഒരു 10,000 രൂപയോളം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഉപ്പാപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർക്ക് നാട്ടിലൊരു വീടുണ്ട്, ആ വീട് ഞങ്ങൾക്കായിട്ട് തന്നു. അവിടെ വെച്ച് അച്ഛനെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് അപ്പോ അറിഞ്ഞു 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആൻജിയോഗ്രാം ചെയ്യണം. അപ്പൊ ഇതിന് അകത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ റേറ്റ് ഒന്നും എന്താകുമെന്നും എന്നോട് ഡോക്ടർ പറഞ്ഞില്ല. അതിനു മുമ്പേ തന്നെ അച്ഛനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇവര് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയം, അച്ഛനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയം അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ ICU ഒരു ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു.
അച്ഛൻ എന്നെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഞാൻ കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ആകത്തില്ല, ഇനിയും നമുക്ക് കർത്താവിന്റെ വേലയുണ്ടോ, ഒരുമിച്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പുള്ളി വിട്ടു. ഈ പുള്ളി അങ്ങ് പോയി കഴിഞ്ഞു. അപ്പൊ അന്ന് അവിടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വേറെയും 2 കർത്താവിന്റെ ദാസന്മാരുണ്ട്. അപ്പൊ ഇവര് അപ്പോഴപ്പോഴായിട്ട് ഇവർക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ ചായ വേണം, ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇവര് വരുന്നുണ്ട്. അല്ലാതെ അച്ഛനെ കാണാനോ അച്ഛന്റെ ഒരു കാര്യം അറിയാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ വിഷയം മാനസികമായിട്ട് ഒത്തിരി ടെൻഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ മോനും ഞാനും കൂടെ ഉള്ള എന്റെ ആങ്ങളെയും ഉണ്ട് ഒരാള്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ ചികിത്സാ കാർഡ് അവിടെ എത്തിക്കണം, അത് ഓപ്പൺ ആകുമോ ഇല്ലെന്ന് നോക്കണം. അന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ബില്ല് കൊണ്ട് തന്നിട്ട് പറഞ്ഞു 1,30,000 രൂപ നിങ്ങൾ ഇവിടെ പേ ചെയ്യേണ്ടി വരുമോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളില് ഈ 1,30,000 രൂപ എന്ന് പറയുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനും മോനും ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അപ്പൊ 3 ദിവസം രാവും പകലും ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയം ഈ പേപ്പർ കൊണ്ട് തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഉടനെ തന്നെ ഞാൻ മോനോട് പറഞ്ഞു, എന്റെ ആങ്ങളോടും പറഞ്ഞു, ഈ കാർഡ് കൊണ്ടുപോയി ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി 3 ദിവസം കൊണ്ട് ഈ കാർഡ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എന്റെ കൊച്ചിന് മലയാളം പറയാൻ അറിയത്തില്ല, ഹിന്ദി അറിയത്തുള്ളൂ, ഇംഗ്ലീഷും അറിയാം. ഇവൻ ലൈനിൽ പോയി നിൽക്കും, അവിടെയുള്ള ആൾക്കാർ ഇവനെ തള്ളി പുറകിലോട്ട് മാറ്റും. പിന്നെ ഇവൻ കയറി നിൽക്കും. അവസാനം ആങ്ങളെ ചെന്നിട്ട് പറഞ്ഞു, ഇത് ഛത്തീസ്ഗഡിലുള്ള കാർഡാണ്, ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. ആ സമയം കർത്താവിന്റെ ദാസന്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത എല്ലാവരും എന്തോരം ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞു. ഇദ്ദേഹത്തെ മാത്രം മാറ്റിയില്ല. ഇവര് സിസ്റ്റർമാർ എന്നെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ക്യാഷ് അടച്ചാലേ പുള്ളി എവിടെ നിന്ന് മാറ്റി നിങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ആയ സമയം ഇവരെന്ത് ചെയ്യുന്നറിയോ, നേരെ കൊണ്ടുപോയി ബെഡില് പുള്ളിയെ റൂമിലാക്കി. അപ്പോൾ എന്നോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ക്യാഷ് അടയ്ക്കാതെ പോകാൻ പറ്റത്തില്ല. എന്റെ കൊച്ച് 2-3 പ്രാവശ്യം ഇറങ്ങിയും കയറിയും തളർന്ന് അവൻ വന്ന് എന്നോട് പറഞ്ഞു, മമ്മി ഓപ്പൺ ആകുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ആങ്ങള പപ്പയുടെ ചേട്ടന്റെ മോന് എന്റെ പുറത്തൊരു ഭയങ്കര വിശ്വാസമാണ്. അവന് അറിയാം ഒന്നുമില്ലായ്മയിലാണ് എന്റെ കാര്യങ്ങളൊക്കെ ഈ നടക്കുന്നതെന്ന് അവനറിയാം. അവള് നല്ല പ്രാർത്ഥിക്കുമെന്നറിയാം. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് അവിടെ ചർച്ച് ബോർഡിന്റെ ഒരു റൂമുണ്ട്, ഒരു ചെറിയ റൂം. അത് ആ പാസ്റ്റർ അവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് കൂടെ വരുന്നവർക്ക് വിശ്രമിക്കാൻ ഉണ്ടാക്കിയ അതിലൊരു റൂം ഞങ്ങളും 50 രൂപയ്ക്ക് റെന്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒന്ന് പോയി വിശ്രമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേച്ചി പ്രാർത്ഥിക്കും, നാളെ ഈ കാര്യം ഓപ്പൺ ആകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോന്റെ മുഖത്ത് ഒന്ന് നോക്കിയിട്ട്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇവൻ എന്നെ ആ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഞാൻ കുളിച്ചു, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം എന്ന് പറഞ്ഞാൽ വലിയ നല്ല ഒരു റൂം അല്ല. പക്ഷെ ഞാൻ അവര് ഈ കാല് തുടയ്ക്കുന്ന ചവിട്ടുമെത്തയിൽ ഞാൻ മുട്ടിന്മേൽ നിന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്നെ ഇന്ന് വരെ നീ നിന്ദിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ആരുടെ മുന്നിൽ കൈനീട്ടാനുള്ള അവസരം സ്വർഗം അനുവദിച്ചിട്ടില്ല. കർത്താവേ, ഈ ഒരു വിഷയത്തിന്റെ മേലെ നീ അത്ഭുതം പ്രവർത്തിക്കണം. എനിക്ക് ആരുടെ മുന്നിലും കൈനീട്ടാൻ വയ്യപ്പ. എന്റെ ഈ പൈസ മൊത്തം അടച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു അവസരം നീ എനിക്ക് നൽകണം എന്ന് ദൈവസന്നിധിയിൽ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, 1 മണിക്ക് ഞാൻ തുടങ്ങിയ പ്രാർത്ഥന വെളുപ്പിനെ 4 മണി വരെ ദൈവസന്നിധിയിൽ ഈ വിഷയത്തിന്റെ മേലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ എണീക്കുമ്പോൾ എന്റെ കൊച്ചു വന്ന് 4 മണിക്ക് എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വെളുപ്പിനെ 4 മണിക്ക്. എന്നിട്ട് ഞാൻ ആ ചേനെ പോയി ഒന്ന് കണ്ടിട്ട്, ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല, വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് പരിശുദ്ധാത്മാവോട് ഞാൻ ഇങ്ങനെ അന്യഭാഷയിൽ ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് 10 മണിയായപ്പോ ഞാൻ മോനോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി മോനൊന്ന് പോയിട്ട് വാ. അപ്പൊ ഞാൻ ആ റൂമിലൊന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ്, കറക്റ്റ് 12 മണിയാകുമ്പോ എന്റെ കാർഡ് ഓപ്പൺ ആകണം, അല്ലെങ്കിൽ നിന്റെ കർത്താവ് എനിക്ക് ക്യാഷ് അടയ്ക്കാൻ നിവർത്തിയില്ല, ദൈവദാസനെ കൊണ്ടുപോകാനും കഴിയത്തില്ല, എന്താ ഞാൻ ചെയ്യേണ്ട, അതുകൊണ്ട് 12 മണിയാകുമ്പോ എനിക്കത് ഓപ്പൺ ആയി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ 10 മണിക്ക് എന്റെ മോന് അവിടെ അതായത് ആ സ്റ്റാഫുകൾ വന്നപ്പോ ഈ കാർഡുമായിട്ട് അവിടെ ചെന്നു. കറക്റ്റ് 11:15 ആയപ്പോ സ്വർഗത്തിലെ ദൈവം അതിനെ ഓപ്പൺ ആക്കുവാൻ തൊക്കെ ഇടയായി. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ കേസ്, അത് ഓപ്പൺ ആകത്തില്ല എന്ന് പറഞ്ഞ കേസ്, എന്നാൽ സ്വർഗത്തിലെ ദൈവം സകലത്തിന് മതി എന്ന് പറഞ്ഞ ആ വാക്തത്വം എന്റെ മേൽ നിറവേറുവാൻ തൊക്കെ ഇടയായി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നമ്മുടെ കാർഡ് ഓപ്പൺ ആയി. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ ആ പരിസരം മറന്നുപോയി. അതൊരു ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെ ഞാൻ ഉറക്കെ കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട്, അപ്പ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉറക്കെ ചോദിക്കാൻ ഇടയായി. പോകുന്നവർ വരുന്നവരെല്ലാം
എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഉടനെ തന്നെ ദൈവസന്നിധിയിൽ ആ ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തെ ഓർത്തോർത്ത് കരയാൻ തുടങ്ങി. ഞാൻ അത് കഴിഞ്ഞിട്ട് പൈസ എല്ലാം അടച്ച് 35,000 രൂപ, 1,35,000 രൂപയും അടച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയായി. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ തുറക്കത്തില്ല എന്ന് പറയുന്ന വാതിലുകളെ പ്രാർത്ഥിച്ച് തുറക്കുവാനുള്ള ഒരു അഭിഷേകം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളെ നേടുവാൻ ഇടയായി. വളരെ എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ പോലും തകർക്കപ്പെട്ടു പോകുന്ന ചില വിഷയങ്ങളുടെ മേലിലൊക്കെ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിക്കും, നിന്റെ ഇഷ്ടമാണോ അപ്പ ഞാൻ ഈ ചെയ്തത്? നിന്റെ ഹിതമാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്തതെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് മുന്നേറുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിന്റെ ഇതിനകത്ത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒത്തിരി ഭാരങ്ങൾ കൂടി, ഒത്തിരി വേദനകൾ കൂടി, അതായത് ഒരു മനുഷ്യനെ ആശ്രയിക്കാതെ, ഒരാളോട് ഒന്നും പറയാതെ അവരോട് സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ അവർ മാറിപ്പോകുകയാണെങ്കിൽ അവരെന്ത് ജോലിയാണോ ആ ജോലി അവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന്, അവർ കണ്ടത്തിൽ പണി ചെയ്യുകയാണെങ്കിൽ കണ്ടത്തിൽ ഇറങ്ങി നിന്നിട്ട് അവരോട് സുവിശേഷം പറയുവാൻ ആ പണി ചെയ്ത്, എനിക്ക് കറ്റയൊന്നും നടാനൊന്നും അറിയത്തില്ല, അവർ ചെയ്യുന്നത് പോലെ ചെയ്ത് അവരോട് സുവിശേഷം പറഞ്ഞിട്ട് അതായത് അവരോട് സുവിശേഷം പറഞ്ഞിട്ട് ആ കുടുംബങ്ങളെ നേടുവാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഇടയ്ക്ക് നടന്ന മതപരിവർത്തനത്തിന്റെ പ്രശ്നങ്ങള് നിങ്ങളെല്ലാവരും TV-യിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പ്രതിസന്ധിയിലായിരുന്നു ആ സമയം. പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലോ ഉറങ്ങാൻ പോലും, അല്ലെങ്കിൽ വാതിൽ തുറക്കാൻ പോലും ഭയമായ ഒരു അനുഭവത്തിൽ കൂടിയായിരുന്നു ആ സമയമൊക്കെ. എൻ്റെ ഇളയ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് ഞങ്ങൾക്ക് അവിടുത്തെ ടീച്ചേഴ്സ്മാരാണ് വിളിച്ച് പറയുന്നത്, മാഡം നിങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്, ഇങ്ങനെ ഒരു പറ്റം ജനം വരുന്നുണ്ട്, എല്ലാം ഇവിടുത്തെ കത്തോലിക്ക ചർച്ച് മൊത്തം അടിച്ചു തകർത്തു, എല്ലാം നാശമാക്കി ഇട്ടേക്ക്, ഇനി അങ്ങോട്ടാ വരാം. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഏരിയയിലോട്ട് അവർ വരുന്നുണ്ട്. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറയുകയാണ്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, കാരണം വാടക വീടാണ്, അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ പണിത് കൊടുക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടി ബൈക്ക് നേരെ ഓടുന്നില്ല, ഈ ബൈക്കിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ ഞാൻ വരുന്നത് എൻ്റെ സഹോദരങ്ങളെടുത്താ. ഇവിടെ വന്ന് ഞാൻ കൊട്ടുന്നു, തട്ടുന്നു, മുട്ടുന്നു, ആരും തുറക്കുന്നില്ല, ആരുടെയും ഒരു അനക്കവും ഇല്ല. എന്നാൽ ഇവര് ഈ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലക്കാരെ ഉപദ്രവിക്കാനായിട്ട് പാഞ്ഞു വരുന്ന ഈ ശത്രുക്കൾ ഏകദേശം എൻ്റെ പുറകിലെത്തി എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ വീഴത്തക്ക വണ്ണം അവര് എൻ്റെ പുറകിലെത്തി. അപ്പോഴൊക്കെ ഞാൻ ദേവദാസനോട് പറയണം, കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറയുന്ന വണ്ടി. ഞങ്ങൾ പലരുടെയും വീട്ടിൽ പോയി നോക്കി, പല വിശ്വാസികളുടെ അടുത്ത് പോയി നോക്കി, ആരും ഒരു അഭയം തരുന്നില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മണിക്കൂർ ഈ നാരായൺപൂർ ഗ്രാമം മൊത്തം കർത്താവിന്റെ ദാസൻ എന്നെ കൊണ്ട് നടന്ന് കറങ്ങി, ഒരിടത്ത് ഞങ്ങൾക്ക് ഒളിക്കാനായിട്ട് പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ഒരു ഹിന്ദുവിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ ഒന്ന് അല്പനേരത്തേക്ക് ഇവിടെ നിർത്താവോ എന്ന് ചോദിച്ചപ്പോ അവർ വാതിൽ തുറന്നു, ഇവിടെ ആരും വരത്തില്ല, ഇവിടെ നിൽക്കാൻ പറയുന്നു. അപ്പോഴും ഇവിടെ ഭയങ്കര ഒച്ചപ്പാട്, കല്ലേറും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കൂട്ടമായിട്ട് തേനീച്ച വരുന്നത് പോലെ ജനം ഓടി കല്ലുകൾ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും സഭ പൊളിക്കുകയും വിശ്വാസികളെ ഉപദ്രവിക്കുകയും റോഡിലിട്ട് വലിച്ചഴക്കുകയും ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. ആ സമയം അപ്പോ ഞാൻ അതിനകത്ത് കയറി എന്നെ ഇരുത്തിയിട്ട് കർത്താവിന്റെ ദാസൻ, എൻ്റെ കുഞ്ഞ് സ്കൂളിലാണ്, സ്കൂളിൽ എത്ര ക്രിസ്ത്യാനി പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് ഇവർ അകത്ത് കയറുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ അവർ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഇവര് അവിടെ കയറുന്ന സമയം ഞാൻ ദൈവസന്നിധിയിൽ ആ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ എന്ത് വേണമെങ്കിലും എനിക്ക് സംഭവിക്കുമായിരുന്നു, ഇന്ന് തന്നെ ഞങ്ങളെ രണ്ടുപേർക്ക് എന്ത് സംഭവിക്കായിരുന്നു, കാരണം അവരെ കൈക്ക് അടുത്തടുത്ത് നിൽക്കുക, ഞങ്ങൾ എന്നവർക്ക് ഞങ്ങളെ എത്തിപ്പിടിക്കാമെന്നുള്ള ദൂരത്തിലേ ഉള്ളൂ. ദൈവമേ നീ
അവിടെ അത്ഭുതം പ്രവർത്തിച്ചതിന് നന്ദി എന്ന് പറയുമ്പോൾ കർത്താവ് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതാണ്, ഓ പകൽ മേഘ സ്തംഭവും രാത്രി അഗ്നി തൂണുകളാൽ നിന്നെ പരിപാലിക്കാൻ ഞാൻ മതിയായ ദൈവം. ആ ശബ്ദം ഞാൻ കേൾക്കുവാൻ ഇടയായി. അതിനുശേഷം ഞങ്ങൾക്ക് ആരാധിക്കുവാനുള്ള, അതായത് രാവിലെ 8 മണി തൊട്ട് 10 മണി വരെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇപ്പോ വന്നപ്പോൾ എങ്ങനെയായി, സ്വന്തമായിട്ട് ചർച്ചും സ്വന്തമായിട്ട് ആലയം, അതായത് സ്ഥലം ഉള്ളവർക്ക് മാത്രം എന്നായി. എന്നാൽ രഹസ്യത്തില് ദൈവസന്നിധിയിൽ ആരാധിക്കുവാനായിട്ട് ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട്. അത് ആരാധന നടക്കുന്നുണ്ട്, ജനം കൂടി വരുന്നുണ്ട്, വിടുതൽ പ്രാപിക്കുന്നു. അനേക രോഗികളെ കർത്താവ് ആലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച്, അതായത് അവരോട് സുവിശേഷം പറഞ്ഞ് അവരുടെ മേൽ കൈവെക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവരുടെ മേൽ വ്യാപരിച്ചിട്ട് അവർ സൗഖ്യമായി പോകുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഇതിനും അത്ഭുതമായി എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. എൻ്റെ കർത്താവ് ചെയ്തത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഷ്ടതയുടെ നടുവിൽ കൂടെ, തീച്ചൂളയുടെ നടുവിൽ കൂടെ മാത്രം ഇന്നവരെയും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് അവസ്ഥയില്, ഏത് സാഹചര്യങ്ങളില് മുന്നോട്ട് പോകുമ്പോൾ വേദനകള്, അതായത് തകർന്നു പോകേണ്ട അവസ്ഥകള്, ആശയ്ക്ക് വകയില്ലാത്ത സ്ഥാനത്ത് ഒക്കെ കർത്താവ് ആശയോടെ നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ഏകദേശം 30 വർഷമായി. എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ കാലുവെച്ചതാണ്. ഇന്ന് വരെ ഈ ഛത്തീസ്ഗഡിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, ഇവിടുത്തെ ജനത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ, ഇവിടെ നിൽക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ആ എസ്തേറിനെ പോലെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ തലമുറകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ വന്നു കഴിഞ്ഞു, ഇനി കേരളത്തിൽ നിന്ന് ആരും ഇങ്ങോട്ടത്തേക്ക് വേലയ്ക്ക് വേണ്ടി വരത്തില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടുത്തെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുക. അതിൽ നിന്ന് ഞാൻ അവരെ ഡെയിലി അവരെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടുത്തെ കർത്താവിന്റെ വേല, നമ്മളെ നടത്തിയത് കർത്താവാണ്. യേശുപ്പൻ തന്നതാണ് നമ്മൾ കഴിച്ചത്, അവൻ തന്നതാണ് നമ്മൾ ധരിച്ചത്, അവൻ തന്നിടത്താണ് നമ്മൾ ഉറങ്ങിയത്, അവൻ തന്നിടത്താണ് നമ്മൾ പാർത്തത്. അതുകൊണ്ടത് മറന്നു പോകരുത്. മറന്നുപോയാൽ ഇതിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒന്നും നേടാൻ കഴിയയില്ല. എനിക്കൊരാഗ്രഹമുള്ളത് ഇതാണ്: എൻ്റെ തലമുറകൾ 4 പേരും കർത്താവിന് വേണ്ടി നിൽക്കണം. അതെനിക്ക് ആഗ്രഹമാണ്. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്ന. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വിദ്യാഭ്യാസം കർത്താവ് തരുന്നത്, ഭാവി കർത്താവ് തരുന്നത്, അതിലുപരിയായി കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞു പോയാൽ ഈ ഛത്തീസ്ഗഡിന് വേണ്ടി ആര് നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മൂത്ത പൈതൽ എന്നോട് പറയും, മമ്മി ഞാനുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ എൻ്റെ മോനോട് ചോദിക്കാം, എന്താ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്: മമ്മി പ്രാർത്ഥിച്ചാൽ മതി, സകലതും നടക്കും. എന്നാൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആഗ്രഹിച്ചതല്ല എൻ്റെ കർത്താവ് എനിക്ക് തന്നത്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കാത്തതൊക്കെ അവൻ എനിക്ക് തന്നു. ഞാൻ ചിന്തിക്കാത്തതൊക്കെ അവൻ എനിക്ക് തന്നു. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഭർത്താവ് എനിക്ക്, അതായത് സുവിശേഷ വേലയ്ക്ക് ഒരുമിച്ച് ഇറങ്ങിപ്പോകുവാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഈ സൈക്കിൾ യാത്ര ചെയ്ത് എന്ന് പറഞ്ഞാല് ക്ഷീണിച്ച് വരുമ്പോൾ ഞാൻ പാട്ട് പാടുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പാട്ടുപാടി ഇദ്ദേഹത്തിന് സൈക്കിളിന്റെ സ്പീഡ് കൂട്ടും. അപ്പോൾ രണ്ടുപേരും അന്യഭാഷയിൽ ആരാധിച്ച മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വണ്ടി എപ്പോ എത്തി, സൈക്കിൾ എപ്പോ എത്തിയെന്നോ എവിടെ എത്തിയോ വീട്ടിൽ എത്തുന്നത് പോലും ഞങ്ങൾ അറിയത്തില്ല. ഒക്കെ കർത്താവ് തരുവാൻ തൊക്കിനിടയായി. ഇത് പറഞ്ഞതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കള് കണ്ണുനീരോടെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നറിയുവാൻ തൊക്കെ ഇടയാകാം. അതായത് എനിക്കറിയാം, ഒരു കൂട്ടം മാതാപിതാക്കള്, സഹോദരങ്ങള് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ വലിയ സ്നേഹം ഞാൻ പറയട്ടെ, എന്നെ സ്നേഹിച്ച കർത്താവിന്, എന്നെ മാനിച്ച എൻ്റെ കർത്താവിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഞാൻ അവിടെ ഉള്ളതായ കുറച്ച് സഹോദരിമാര് അവർ എന്നോട് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ അവർ ഉടനെ എന്നോട് ചോദിക്കുന്ന ഒരു വാക്കാണ് മലയാളി അല്ലേ എന്ന്. എന്നാൽ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അനുഭവങ്ങൾ അവരോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയം അവിടെ ഒരു പാസ്റ്ററുടെ മകള് ബാംഗ്ലൂരിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്ത കുട്ടി പെട്ടെന്ന് അത് വീണിട്ട് അതിന്റെ ഒരു സൈഡ് മൊത്തം
പാരലൈസ് ആയി പോയി. അങ്ങനെ ഈ കൊച്ചിനെ അവിടെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നു. അത് എണീറ്റ് കുറെയൊക്കെ നടക്കാൻ തുടങ്ങി. അറിയത്തില്ല, അന്നത്തെ ദിവസം പെട്ടെന്ന് ഈ കൊച്ചിനെ എണീക്കാൻ വയ്യാതെയായി. ഇത് വല്ലാതെ കരയുന്നുണ്ട്. അതിന്റെ പപ്പയില്ല, പപ്പ മരിച്ചുപോയി. അപ്പം അമ്മ നെഞ്ചത്തടിച്ച് കരയാണ്, കർത്താവേ ഇതാണോ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഞാൻ ഓടി അവരുടെ അടുത്ത് ചെന്ന് എന്താ പറ്റിയ പറഞ്ഞു, അതിന് എഴിക്കാൻ പറ്റുന്നില്ല, അതിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എഴിക്കാൻ പറ്റുന്നില്ല, നല്ല ഹെൽത്ത് ഉള്ള കുട്ടിയെ എടുക്കാനും പറ്റുന്നില്ല. ഉടനെ തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന വേറൊരു സഹോദരി ഡോക്ടറെ പോയി വിളിച്ചു. ഡോക്ടർ വന്നു. അവർ വീണ്ടും ഇത് പറഞ്ഞ തൈലമൊക്കെ ഇട്ട് തിരുമ്മിയൊക്കെ നോക്കി, ഒന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു സഹോദരി വന്നിട്ട് എന്നോട്, എനിക്ക് അറിയത്തില്ല അവർക്ക് എന്നെ എങ്ങനെ മനസ്സിലായെന്ന് അറിയത്തില്ല, ആ സഹോദരി എന്നോട് വന്ന് ചോദിച്ചു, ലുദിയ ചേച്ചിക്ക് ഒന്ന് ചെന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ കൊച്ചിന്റെ അവസ്ഥ കണ്ട് ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവരും വിശ്വാസികളാണ്, അവർ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞ സിസ്റ്ററോട് ഞാൻ എങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ദൈവം നിയോഗം തന്നാലേ പോയി പ്രാർത്ഥിക്കാൻ പറ്റൂ, എനിക്ക് എടുത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി 10:30 മണിയായപ്പോൾ കൊച്ചു വീണ്ടും പുറത്തു പോകാനായിട്ട് നല്ല ഇത് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അമ്മ ആ ബെഡിൽ വെച്ച് തന്നെ അതിന്റെ യൂറിൻ പാസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വന്നു. അപ്പോൾ എന്നോട് ദൈവത്തിനാല് കറക്റ്റ് 12 മണിയായപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നിട്ട് അവൾക്ക് വേദനയുള്ള ഭാഗത്ത് എന്റെ കരം വെച്ചിട്ട് കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്റെ ബലഹീനയോ കുറവോ ഓർക്കാതെ അപ്പ നീ അവളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയപ്പോ തന്നെ ആ കൊച്ച് തലയിൽ തുണി ഇട്ടിട്ട് ഒരു സൈഡ് ചരിഞ്ഞു കിടന്നു. ഞാൻ ഉടനെ തന്നെ അവൾക്ക് എവിടെയാണ് വേദന, എവിടെയാണ് അവൾക്ക് ബ്രേക്ക് ആയിരിക്കണം, ആ ഭാഗത്തേക്ക് എന്റെ കൈ ഓടിച്ച് ഞാൻ അങ്ങ് ദൈവസന്നിധിയില് ആത്മാവില് അഭിഷേകത്തോടെ എന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര തീ എന്റെ ശരീരത്തു കൂടി അവളെ വ്യാപരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ നാളെ രാവിലെ മോൾ എണീക്കും, ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെഡിൽ വന്നിട്ട് വീണ്ടും 1 മണി തൊട്ട് 4 മണി വരെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ 4 മണി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മയങ്ങിപ്പോയി. ആ സമയം ഒരു 5 മണിയായപ്പോ ഈ കുട്ടി ആ ബെഡിൽ നിന്ന് എണീറ്റ് വന്ന് എന്നെ വിളിച്ചിട്ട് എനിക്ക് താങ്ക്സ് പറയുകയാണ്, ആന്റി വന്ന് പ്രാർത്ഥിച്ചു, യേശുപ്പൻ എന്നെ സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മളിൽ കൂടി ചിലത് ചെയ്യും. അത് എനിക്ക് അറിയുവാൻ ഇടയായി. ദൈവം അങ്ങനെ ഒരു വലിയ അത്ഭുതം അത് എന്റെ കണ്ണിൽ കാണുവാൻ. അവിടെ കിടന്ന രോഗികളെല്ലാം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരിലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ചേച്ചി കണ്ടത്. നിങ്ങളെ കാണുന്നത് എനിക്ക് സന്തോഷമാണ്. പല സഹോദരിമാരുടെ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തീർച്ചൂളയിൽ കൂടി വന്നതുകൊണ്ട്, ഞാൻ വേദന അനുഭവിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, സ്നേഹം യാചിച്ചിട്ട് കിട്ടാതെ, ആഗ്രഹിച്ചത് ഒന്നും നടക്കാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം നമ്മളെ ശക്തീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും അവന് വേണ്ടി ഉപയോഗിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മളിൽ കൂടി ചിലത് ചെയ്യും എന്നുള്ള ദൈവത്തിന്റെ ശക്തമേറിയ വചനങ്ങളെ ഞാൻ കേൾക്കുവാൻ ഇടയായി. ഞാൻ പലപ്പോഴും വേദനയോടെ തകർന്ന അനുഭവത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു വേല സ്ഥലത്ത് നിന്ന് എന്നെ പുറത്താക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആർക്ക് എതിരായിട്ടൊന്നും സംസാരിച്ചിട്ടോ ഒന്നുമല്ല, എന്നാൽ അവർക്ക് ഞങ്ങളെ ഇഷ്ടമില്ല, മറ്റൊരു ദൈവദാസനെ ഇഷ്ടമെന്നുള്ള രീതിയിൽ എന്നെ ഇറക്കി വിടുമ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടി ദൈവസന്നിധിയിൽ അതായത് ചുമരിൽ ചാരി നിന്ന് കണ്ണുനീരോടെ ആലയത്തിൽ നിന്ന് കരയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഇതാണ്, നീ ഇപ്പൊ ഒരു കുശവന്റെ കയ്യിലായിരിക്കുന്ന, നിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഞാൻ നിന്നെ പൂർത്തിയാക്കണ ഒരു സമയമുണ്ട്, നീ ഇപ്പോഴും എൻ്റെ കയ്യിലാണ്, ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. നീ ഉടഞ്ഞു പോയാൽ അതായത് നീ ഭാരപ്പെടേണ്ടതല്ല, ഉടഞ്ഞു പോയാൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നീ എന്നെ ഒന്നുകൂടി പണിയണമേ എന്ന്. ആ പ്രാർത്ഥന ഇന്നവരെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുകൊണ്ട് പോകുകയാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുന്നതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃക, എൻ്റെ സഭയ്ക്ക് മാതൃക, എൻ്റെ ഭർത്താവിന് മാതൃക, എൻ്റെ കുടുംബത്തിന് മാതൃക, എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ നീ എന്താഗ്രഹിക്കുന്നു അപ്രകാരം
പ്രകാരം നീ എന്നെ പണിത് എന്നെ നീ പുറത്തിറക്കണമേ എന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്, ഇപ്പോഴും കർത്താവ് എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെയും അവന്റെ സന്നിധിയിൽ ഒരു പൂർത്തിയായ ഒരു പാത്രമാണെന്ന് പറയാൻ എനിക്ക് കഴിയുകയില്ല. ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേദനകളിൽ കൂടി, കണ്ണുനീരിൽ കൂടി, ഹല്ലേലൂയ, നിരാശയിൽ കൂടിയൊക്കെ കടത്തി എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഇടയായി, കുശവന്റെ കയ്യിലെ കളിമണ്ണ് അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ പണിത് പുറത്തിറക്ക്. അതിനുശേഷം അതിന് മാർക്ക് ഇടുന്നില്ല, അതിനെ ഒരിടത്ത് വിൽക്കാനായിട്ട് വെക്കുന്നില്ല. പക്ഷേ അതിന് പണിതെടുത്തതിന് ശേഷം അവൻ അതിനെ ഉലയിലിട്ട് ചുടുകയാണ് ചെയ്യുന്നത്. ആ തീയിൽ കൂടി പോകുന്ന അനുഭവം, ആ തീയിൽ കൂടി പോയിട്ട് പുറത്തു വരുമ്പോൾ ഒരു പ്രത്യേക രൂപഭംഗി അതിന് കർത്താവ് കൊടുക്കുന്നുണ്ട്. അതായത് ആ കുശവനെ ഞാൻ അപ്പോഴൊക്കെ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ സകലതും സഹിക്കുവാനുള്ള കൃപ തരണമേന്ന്, സകലതും സഹിക്കുവാനുള്ള കൃപ തരണമേന്ന്. പല പ്രാവശ്യങ്ങളിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് അവരോട് സംസാരിക്കേണ്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ആരെ ആശ്രയമില്ലാതെ നിൽക്കേണ്ട ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം എന്നെ കൈപിടിച്ചത് എൻ്റെ കർത്താവ്, എന്നെ സ്നേഹിച്ചത് എൻ്റെ യേശു കർത്താവ്, എന്നെ ഹല്ലേലൂയ മാറോട് ചേർത്തത് എൻ്റെ കർത്താവിൻ്റെ മഹാസ്നേഹം. ഈ സ്നേഹത്തിന്റെ മുന്നിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. ഞാൻ ഒന്നും പുറകിലോട്ട് നോക്കുന്നില്ല. എൻ്റെ സാമ്പത്തികത്തെയോ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തെയോ ഒന്നും ഞാൻ നോക്കുന്നില്ല. എന്തും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ എന്നാണ്. ആയതുകൊണ്ട് ഇന്നയോളം ദൈവം എന്നെ നടത്തി. ഞങ്ങൾ ഏകദേശം 30 വർഷമായി ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും, ഇവിടെ ഉള്ള എല്ലാ ജനങ്ങൾക്കും ഞങ്ങളെ അറിയാം, എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ആരും ഞങ്ങളെ മറന്നു പോകുന്നവരല്ല. എങ്കിലും ഞാൻ ഒന്നുകൂടി എൻ്റെ ദൈവത്തോട് ഇങ്ങനെ പറയാണ്ട്, ഈ ജനം ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അങ്ങേ സ്നേഹിക്കുന്നവരായി മാറുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന്. ദേശത്തിന് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുവാൻ, അതായത് പാരമ്പര്യ ശക്തികളെ, ഈ ദേശാന്തര ശക്തികളെ, അതായത് ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് മൊത്തം അതായത് ആഭിചാരവും അതായത് പൂജാഗിരികൾ മാത്രം കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇന്ന് ഛത്തീസ്ഗഡിൽ എനിക്ക് എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 10,000-ന് 25,000-ന് പുറത്ത് ദൈവമക്കളുണ്ട്. ആരും ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവരല്ല, ആരും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരല്ല, ആരും പാരമ്പര്യ ക്രിസ്ത്യാനികളല്ല. ഹിന്ദുത്തിൽ നിന്നും കല്ലിനെയും മുള്ളിനെയും ഹല്ലേലൂയ പാരമ്പര്യ ശക്തികളെയും പാരമ്പര്യത്തെയും അവരെ കൾച്ചറിനെയും അവരെ ഹല്ലേലൂയ സമാജിനെ ഒക്കെ വിട്ടിട്ട് യേശുവിനെ സ്നേഹിച്ച ഒരു കൂട്ടം ജന. എന്നാൽ ആയുടെ മധ്യ വളരെ പ്രതികൂലങ്ങള്, വലിയ പ്രതിസന്ധികള്, വലിയ വേദനകളോടെ നിൽക്കുന്ന ഒരു കൂട്ടം മിഷണറിമാർ ഇവിടെ ഉണ്ട്. എങ്കിലും കർത്താവ് എല്ലാവരെയും അധികമായി ഉപയോഗിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നുണ്ട്. ഈ ദേശത്തിന്റെ വേലയുടെ വളർച്ച എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തുള്ള ഒരു ഐക്യതയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാവരും ഒരുമിച്ച് ഓരോ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും. ഞാൻ എപ്പോഴും ഈ കാര്യം ചിന്തിക്കാറുണ്ട്. അന്നുണ്ടായതായ ആ വലിയ ഒരു വിപ്ലവത്തിൽ, ആ വലിയ ഒരു സന്ധ്യയിൽ സഭകൾ അവിടങ്ങളായി, ഗ്രാമങ്ങൾ അവിടങ്ങളായി, അതായത് വനത്തിനകത്ത് പോലും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ ട്രൈബൽ സഹോദരന്മാർ ഇതിനകത്തുണ്ട്. ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ കർത്താവ് ഞങ്ങളെ അയച്ചത് കൊണ്ടെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ വരുന്നതിന് മുൻപായി കർത്താവ് ഈ ദേശത്ത് കാലുവെച്ചു, കർത്താവ് ഇവിടെ വന്നു. അതുകൊണ്ടാണ് ഈ ദേശത്തിന് വിടുതലുണ്ടായത്. ഞങ്ങൾ പോകുന്നതും ഞങ്ങൾ സഞ്ചരിക്കുന്ന ഗ്രാമങ്ങളിലെല്ലാം ഒട്ടും തന്നെ റോഡോ വാഹനങ്ങളോ പോകുന്ന സ്ഥലമല്ല. ഞാൻ പറയട്ടെ, കർത്താവിന്റെ വലിയ പ്രവൃത്തി ഈ ദേശത്തിൽ വന്നപ്പോൾ ഗ്രാമങ്ങൾ തോറും നല്ല നല്ല വെള്ളം കുടിക്കുവാനായിട്ട് ബോറിങ്ങും പൈപ്പും, അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ലൈറ്റും നല്ല റോഡുകളും എല്ലാം ഉണ്ടായി. ചിലപ്പോഴൊക്കെ എൻ്റെ ചർച്ചിലുള്ള വിശ്വാസികൾ ഇങ്ങനെ പറയാറുണ്ടായി, ഞങ്ങളുടെ ഗ്രാമം ഇത്രത്തോളം വ്യത്യാസമായത് നിങ്ങൾ സുവിശേഷമായി വന്നിട്ടാണ്. അന്നേരം ഞാൻ പറയും, ഞാൻ വന്നിട്ടല്ല, എനിക്ക് മുൻപായി എൻ്റെ കർത്താവ് ഇവിടെ ഇറങ്ങി, അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ഛത്തീസ്ഗഡിൽ നടന്നെന്ന് ഞാൻ പറയുമ്പോൾ ഇതിനകത്തുള്ള ഭീകരതയെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുക. എന്നാൽ ഈ അതായത് പ്രതിസന്ധികളുടെ മധ്യയിലും ഈ പ്രതികൂലങ്ങളുടെ മധ്യയിലും ഒക്കെ കർത്താവ് ഞങ്ങളെ ഒക്കെ നിലനിർത്തി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിലനിർത്തി,
ഉയർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക. എല്ലാ വഴികളുടെ മേല് അവന്റെ വലിയ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇന്ന് പകൽക്കാലം എനിക്ക് വളരെ സന്തോഷത്തോടെ ഇത് പറയുവാൻ എനിക്ക് കഴിയും. എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി പറയാനുള്ളത്, ഹല്ലേലൂയ, കണ്ണുനീരിൽ ഞാൻ വിതച്ചത് കൊണ്ട് അത് ആർപ്പോട് കൊയ്യുവാൻ തൊക്കോണം സ്വർഗത്തിലെ ദൈവം വഴികളെ തുറന്നു. അതിലപ്പുറമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ കരയുമ്പോൾ എന്നോട് നിൽക്കുന്ന എൻ്റെ കർത്താവ്, ഞാൻ വായ് തുറന്ന് വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് ഓടി വരുന്ന എൻ്റെ കർത്താവ്, എനിക്ക് കടക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ മറുകരയിൽ കടത്തിയ എൻ്റെ കർത്താവ്, എനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് മുറിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുറിവുകളെ കെട്ടി എന്നെ ആശ്വസിപ്പിച്ച എന്റെ കർത്താവ്, ആ മഹാസ്നേഹത്തെ കുറിച്ച് പറയാനല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. എന്തൊക്കെ എന്റെ ജീവിതത്തിലുള്ളോ അതെല്ലാം എന്റെ തമ്പുരാൻ എനിക്ക് തന്നതാണ്, എന്റെ കർത്താവ് ചെയ്തതാണ്. അവന്റെ മഹാസ്നേഹം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുമ്പോൾ പോലും ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ കാണുന്ന ഈ ലുദിയ, ഇതിന് ഒരു വലിയ വ്യത്യാസം വരുത്തത് തമ്പുരാനാണ്. ഞാൻ ആഗ്രഹിച്ചതിലല്ല. എന്റെ കർത്താവ് അവന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ച് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ഏകദേശമുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകാൻ കർത്താവ് എന്നെ ഇടയാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോയി അത് ശുശ്രൂഷകന്മാരെ എടുത്ത് വേല സ്ഥാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു, ഹിന്ദി വായിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ പോകട്ടെ, വിക്കനായ മോശയോട് കൂടെ ഇരുന്ന് വലിയ പ്രവർത്തിച്ച കർത്താവ് എനിക്ക് ജ്ഞാനവും എന്നെയും പരിജ്ഞാനിയായി കർത്താവ് എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇന്ന് ഈ പകലില് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് ചേർന്ന് എൻ്റെ അനുഭവത്തെ കുറിച്ച് പറയുവാൻ. വളരെ കഷ്ടതയിൽ കൂടി വന്നതുകൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോകുവാൻ തമ്പുരാൻ അനുവദിച്ചില്ല. പല പ്രാവശ്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനില്ല, നല്ല വസ്ത്രം ധരിക്കാനില്ല, എനിക്ക് നല്ല വസ്ത്രം ധരിക്കാനില്ല, കർത്താവിന്റെ ദാസന് നല്ല വസ്ത്രം ധരിക്കാനില്ല. ഇതിനെന്തിനാ എൻ്റെ സഹോദരങ്ങള് എൻ്റെ ബന്ധുക്കളൊക്കെ ചോദിക്കും, നല്ല ഉണ്ടായിരുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ നീ പോയെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ മുന്നിലൊക്കെ പറയുക, എൻ്റെ കർത്താവ് സകലത്തിന് മതിയായവൻ, അവൻ എനിക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതി, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതി, എൻ്റെ സഭയ്ക്ക് വേണ്ടി കരുതി, എൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി കരുതി, എൻ്റെ ദേശത്തിന് വേണ്ടി കരുതി. ഞാനിപ്പോ പറയണ കേരളം എൻ്റെ ദേശം ഒന്നല്ല, എൻ്റെ ദേശം ഈ ഛത്തീസ്ഗഡ്, ഇവിടത്തേക്ക് വേണ്ടി എൻ്റെ കർത്താവ് എന്നെ കരുതി. അതുകൊണ്ടാണ് ഇന്ന് ജീവനുള്ള ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചത്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ കൃപയും സാന്നിധ്യവും എൻ്റെ കുടുംബത്തിന്റെ, ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ കർത്താവിന്റെ ദാസന്മാരുടെ മേല്, അവരുടെ കുടുംബത്തിന്റെ മേല് കോട്ടയും തണലുമായി ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷനില് എല്ലാവരും പരിപാലിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ടല്ലോ, എന്നെ മറന്നു പോകരുത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. കർത്താവിന്റെ ദാസി, നിങ്ങള് സഹോദരങ്ങൾ എല്ലാവരും കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തില് ഛത്തീസ്ഗഡിലാണോ ഇപ്പോഴേ കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തിലായിരിക്കുന്നത് എല്ലാവരും തന്നെ? ഇല്ല, മൂത്ത ചേച്ചിയും കുടുംബവും ഛത്തീസ്ഗഡിൽ ഈ നാരായൺപൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തെ ചേച്ചി മഹാരാഷ്ട്രയിലാണ്. ചേച്ചിയുടെ ഭർത്താവില്ല. ഈ കഴിഞ്ഞ കോവിഡില് അച്ഛൻ മരിച്ചുപോയി. 2 പിള്ളേരുണ്ട്, 2 പേരെയും കല്യാണം കഴിഞ്ഞ് ചേച്ചി ഇപ്പൊ ഒറ്റയ്ക്കാണ് അവിടെ. ഓ ശരി. മഹാരാഷ്ട്രയിൽ എവിടെയാ? മഹാരാഷ്ട്ര നാഗ്പൂര് മൻസർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സിസ്റ്ററൊക്കെ അവിടെ 30 വർഷമായിട്ട് കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തിലായിരിക്കുന്നു. നിങ്ങൾ അവിടെ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് അവിടെ ആയിരിക്കുന്നത്? IPA, ഇന്ത്യൻ പെന്തക്കോസ്റ്റ് അസംബ്ലി. ഓക്കെ ഓക്കെ. അവിടെ ഒരിടത്ത് തന്നെയാണോ നിങ്ങൾ അന്ന് മുതൽ കർത്താവിന്റെ പേര്, അതോ വേറെ വേറെ സ്ഥലങ്ങളിലാണോ? 2 സ്ഥലത്തുണ്ട് ആരാധന. പിന്നെ ഗ്രാമങ്ങളിലെ അകത്തും ഒക്കെ ചെറിയ ചെറിയ വീടുകളിൽ കൂട്ടായ്മയുണ്ട്. ഓക്കെ. അവിടെ എങ്ങനെയാ ആരാധനയ്ക്കുള്ള കൂടിവരവിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാ? ആരാധന എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാ പോകുന്നത്. പോകാൻ വയ്യാത്തൊരു കണ്ടീഷനായി ഇപ്പൊ. വീട്ടിൽ അങ്ങനെ നിൽക്കുന്ന അതുപോലെ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോ പോയി ചെന്ന് വീടുകളിലൊക്കെ ഓരോ ആഴ്ചയിൽ ഓരോ വീടുകളിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അടുത്തുള്ളവരെല്ലാം അവിടെയാ കൂടുന്നത്. അപ്പൊ വളരെ ശാന്തമായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഒരു 8 മണി 9 മണിയോടുകൂടി തിരിച്ചു പോരും. പിന്നെ പകല് സൺഡേയിലെ ആൾക്കാർ വരുന്നുണ്ട്.
അത് എല്ലാ സൺഡേയിലും എല്ലാവരും നല്ല എന്ന് പറഞ്ഞ ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോ നല്ലൊരു കൂടി വരവുണ്ടായിരുന്നു. നല്ലൊരു കൂടി വരവെന്ന് പറയുമ്പോൾ ഒരു 10-200ഓളം പേര് സൺഡേയിൽ വരും. ഗ്രാമങ്ങളിൽ അതുപോലെ ഓരോ വീട്ടിൽ 25 പേര്, 15 പേര്, 30 പേരൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ വരാൻ പറ്റാത്തടത്തൊക്കെ എല്ലാ ആഴ്ചകളിലും പോയി ആരാധന നടത്തും. പിന്നെ ഈ കോവിഡ് വന്നപ്പോൾ പിന്നെ ദൂരമുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലാതായി. പക്ഷെ കോവിഡിന് ആരാധനയൊന്നും ബന്ദ് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ 3 മണി തൊട്ട് 6 മണി വരെ ആരാധിക്കുമായിരുന്നു. വീട്ടിൽ നിൽക്കുന്ന അതേപോലെ വേഷത്തില് മാസ്ക് ഒക്കെ കെട്ടി എല്ലാരും വെച്ചെല്ലാം വരും. വന്നിട്ട് വെളുപ്പിനെ എല്ലാരും തിരിച്ചു പോകും. ഒരിക്കലും ആരാധന ബന്ദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാല് നിർത്തിയിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പീഡനം വന്നപ്പോ ജനം നല്ല ഭീഷണിയിലായി. റേഷൻ കാർഡ് കൊടുക്കത്തില്ല, താമസിക്കാൻ ഗ്രാമം കൊടുക്കത്തില്ല, വീട് കൊടുക്കത്തില്ല എന്നുള്ളത്. കാരണം ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. വീടിൽ നിന്ന് എല്ലാം ഇറക്കി വിട്ട് എന്ന് പറയണ അവരുടെ അധ്വാനിച്ച കണ്ടത്തിലെ നെല്ലും അതും ഇതും എല്ലാം ചുട്ട് കളഞ്ഞ് വീടും ഒക്കെ ചുട്ട് അവർ ഒത്തിരി ഉപദ്രവിച്ച് പുറത്ത് വിട്ടപ്പോ അവര് സ്കൂളിലും അവിടെ ഇവിടെയൊക്കെയാണ് പാർത്തതെല്ലാം. അപ്പൊ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും അനേകരുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞ പല ഡിനോമിനേഷനിൽ നിന്നൊക്കെ ആൾക്കാർ വന്നും ഒക്കെ സഹായിച്ചു. എങ്കിലും അവർക്ക് പാർക്കാനുള്ളൊരു വഴി ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് ചെയ്യാനും പറ്റാത്തൊരു ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരൊക്കെ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരാധനയ്ക്ക് പോകാൻ കഴിയാത്ത വ്യവസ്ഥയിലുള്ളവരും ഉണ്ട്. എല്ലാവരും ഒന്നും എല്ലാ സൺഡേയിലൊന്നും വരാറില്ല. ഇവിടുത്തെ മാർക്കറ്റ് സൺഡേയിലാണ്. അപ്പൊ ആ മാർക്കറ്റ് പോണ രൂപത്തിൽ വരും, ആരാധനയ്ക്ക് കൂടും, വീട്ടിൽ പോകും. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. പിന്നെ പോയിട്ട് പറയുന്നുണ്ട് ചർച്ച് ഹാളും സ്വന്തമായിട്ട് പട്ടയവും പ്രമാണവും ഒക്കെ ഉള്ളവർക്ക് മാത്രം ആരാധന നടത്താം. ആർക്കും വാടക വീട്ടിലോ അങ്ങനെയൊന്നും നടത്താൻ അനുവാദമില്ല എന്നാ ഇപ്പൊ ഉള്ള ഓർഡർ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാകും. ഇപ്പോ സിസ്റ്റർ ഇന്ന് സംസാരിക്കുന്നത് സിസ്റ്ററിന്റെ വീട്ടിലാണോ? അല്ല, എന്റെ വീടല്ല, ഇത് ചേച്ചിയുടെ വീടാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് അപ്പൊ? നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം. അവിടെ വൈഫൈ ഇല്ല, നെറ്റ്വർക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. പിന്നെ റോഡിന്റെ അരികിലാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണ് അത്. പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് നെറ്റ്വർക്ക് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാമായിരുന്നു. നെറ്റ്വർക്ക് കിട്ടത്തില്ല. അത് ശരി. അവിടെ അത് വാടക വീടാണ്? വാടക വീടാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ, നമുക്ക് പാസ്റ്റർക്ക് അറിയാലോ, നജൂൽ എന്ന് പറയും, പട്ടയില്ലാത്ത വസ്തു. ഒരു സ്കൂളിലെ സാറ് പിടിച്ചിട്ട് അയാൾ മണ്ണ് കൊണ്ട് ഒരു വീടുണ്ടാക്കി പലയിടത്തിലും ആരാധന വിശ്വാസികളുടെയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയപ്പോ മൊത്തവും കാടും പിന്നെയൊക്കെ പോച്ചയൊക്കെ കയറി കിടന്നതാ, താമസമില്ലായിരുന്നു. ഞാനെങ്ങനെ ചെന്ന് ആ സാറുമായിട്ട് സംസാരിച്ചപ്പോ അത് മൊത്തം വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ വിശ്വാസികൾ ഞങ്ങളും കൂടി വീണ്ടും മണ്ണും ഒക്കെ തേച്ച് അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുത്തിട്ട് അവിടെയാണ് താമസം. അപ്പൊ ഈ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു 3-4 വർഷത്തെ വാടക കൊടുക്കാനുണ്ട് അവർക്ക്. ഈ കോവിഡ് സമയമൊക്കെ ആയപ്പോൾ വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഹോം ഡെലിവറി ഒക്കെ ചെയ്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോ ഈ വാടക കൊടുക്കാത്തായപ്പോഴത്തേക്ക് പുള്ളിക്ക് ബുദ്ധിമുട്ട് എന്നല്ല, പുള്ളിയുടെ ഭാര്യ സ്കൂളിൽ വെച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ പിശാച് ബാധിച്ചിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ അവര് ഒത്തിരി മന്ത്രവാദികളുടെ അടുത്തും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊന്നും അവർക്ക് സൗഖ്യമായില്ല. അവരെ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുപോയി നടന്നില്ല. അന്നേരം ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞെന്ന്, നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ സിസ്റ്ററെ അറിയാമോ, ആ മേഡത്തിന്റെ അടുത്ത് നിങ്ങൾക്കൊന്ന് കൊണ്ടുപോയിക്കൂടെ, അവർ ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കാം. അപ്പൊ ഈ പുള്ളിക്കാരൻ ഒരു ദിവസം രാവിലെ 9 മണിയായപ്പോ വീട്ടിൽ വന്നു. അപ്പൊ എന്റെ ഉള്ളിൽ എന്താണെന്നറിയാമോ, ഞാൻ ഒരു കസേരയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു സാർ ഇരിക്കാൻ പറഞ്ഞു. എന്റെ ഉള്ളിൽ വാടക ചോദിക്കാൻ വന്നെന്നായിരുന്നു എന്റെ ഉള്ളിലുണ്ടായ ഫീല്. ആ സമയം ഞാന് പുള്ളിക്ക് മുഖം കൊടുക്കുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, മേഡം ഒന്ന് വരണം, മേഡത്തോട് ഒരു കാര്യം സംസാരിക്കാൻ. അപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് മേഡത്തോട്, എന്റെ വീട് വരെ ഒന്ന് വരണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്നിട്ടല്ല, മേഡം ഒന്ന് വീട് വരെ വരണം, വീട്ടിൽ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു.
അപ്പൊ അച്ചായൻ എന്നോട് ഉടനെ പറഞ്ഞ് നിന്നെയാ വിളിച്ചത്, നീ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, പുള്ളിക്കാരൻ പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ കെട്ടിയിട്ടേക്കുക, ഭയങ്കരമായിട്ട് തുള്ളല. അപ്പൊ ഈ വാതിലില് ഈ ഞാൻ ചെല്ലുന്ന ഒറ്റയ്ക്കാണല്ലോ, ഞാനിങ്ങനെ ഗേറ്റ് തുറന്ന് ചെല്ലുന്ന സൗണ്ട് കേട്ടപ്പോ ഇങ്ങോട്ട് കടത്തി വിടരുതേ, ഹിന്ദിയിൽ കിടന്ന് വിളിക്കുക, ഇങ്ങോട്ട് കടത്തി വിടരുതേ, അത് തീയാണ്, ആ വരണത് തീയാണ്, ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന് പറഞ്ഞ് ഇവര് വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവും അവർ ഛത്തീസ്ഗഡിലാണ് വിളിക്കുന്നത്, ഹിന്ദി ഭാഷയിലല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ കതവ് കൊട്ടി, സാറ് കതവ് തുറന്നപ്പോ എന്നോട് പറഞ്ഞു വരണം മേഡം എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി. എന്നെ ഇരുത്തിയതും പിന്നെ ഈ എന്ത് പറഞ്ഞ കയറ് കൊണ്ട് അവരെ കെട്ടിയിട്ടിരിക്കുക. ഇവർ ഈ കയറെല്ലാം വലിച്ചെടുത്തിട്ട് മുറിക്കകത്ത് കിടന്ന് ഭയങ്കര അട്ടഹാസവും ബഹളവും ഒക്കെ. ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം, പിന്നെ എനിക്ക് ആരും എന്റെ തലയിൽ കൈവയ്ക്കണ്ട, എന്റെ തലയിൽ കൈവയ്ക്കണ്ട എന്ന് പറഞ്ഞ് ഇവർ വിളിക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും ഉണ്ടായതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് സാറിനോട് പറഞ്ഞു നിങ്ങൾ പിടിക്കണം, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്നിട്ട് അച്ചായനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ചായൻ വാ, എന്നെ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ചായനെ വിളിച്ചു. അച്ചായനും വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ട് ഞാൻ തലയിൽ കൈ വെച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ കൈ നീട്ടിയതും അലറി വിളിച്ച് ഞാൻ പോകുന്നേ, ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ വരത്തില്ല, ഞാൻ ചെയ്തതെല്ലാം എടുത്തിട്ട് പോകാണെന്ന് പറഞ്ഞ് പിശാച അലറി വിളിച്ചങ്ങ് പോയി. അതിനുശേഷം ആ മനുഷ്യന് ഭയങ്കര ഒരു വിശ്വാസമായി. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഞായറാഴ്ച ചർച്ചിൽ വരും, അവിടെ വന്നിരിക്കും. അയാൾ അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ, അയാളെ കെട്ടിടം പൊളിച്ചിട്ട് അയാള് ഇതെന്തോ ചെയ്യാൻ തുടങ്ങി, എന്ത് പറയണ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടപ്പം ആ പൊളിച്ച ഷീറ്റും അതിന്റെ പൈപ്പും എല്ലാം കൂടി തന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് ഇതിന്റെ സൈഡിൽ ഒരു ഷെഡ് ഉണ്ടാക്കാൻ പറഞ്ഞ ആരാധനയ്ക്ക്. അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കി അതിലാണ് ഇപ്പൊ ആരാധന നടക്കുന്നത്. അപ്പൊ ഇത് ഈ അതിന്റെ കൂടെ തന്നെയാണ്. അല്ല, അത് നിങ്ങളാണോ ഉണ്ടാക്കിയത്? ഷെഡ് ഉണ്ടാക്കിയത് ഞങ്ങൾ ഫസ്റ്റ്, ബാക്കി വീടൊക്കെ അയാളതാണ്. പക്ഷെ നമ്മൾ അതിനൊന്ന് മെയിൻ്റനൻസ് ചെയ്തു. ഈ ആള് താമസം ഇല്ലാതിരിക്കുമ്പോ മണ്ണല്ലേ, മറ്റേ എന്ത് പറഞ്ഞ വലിയ എലിയും അതും ഇതൊക്കെ കേറിയിട്ട് മൊത്തം നാശമാക്കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അതിനെ നമ്മളൊന്ന് പണിതെടുത്തു. അങ്ങനെയാണ്. അവിടെ വൈദ്യുതി സൗകര്യവും കുടിവെള്ളവും ഒക്കെ ഉണ്ടോ? ഉണ്ട്. അത് വെള്ളം ഞങ്ങൾ പുറത്ത് അടുത്ത വീട്ടിൽ ഒരാള് ബോറിംഗ് കുഴിച്ചിട്ടുണ്ട്, അവരെന്ന് വെള്ളം വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. മാസം 300 രൂപ കൊടുക്കണം. പിന്നെ ഒരു കാര്യം ഞാനത് വിട്ടുപോയി. ഞാൻ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഞാനും എൻ്റെ ഒരു സഹോദരിയും കൂടെ പോകുമ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ വീട്ടിലൊന്ന് കയറി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോൾ ഒരു അപ്പച്ചൻ ഒരു സൈഡ് പാരലൈസായി കിടക്കുക. അപ്പൊ ഇത് മരുമകളാണ്, അവർ ഇവരെ ചികിത്സിക്കുകയും എല്ലാ കാര്യങ്ങളും മരുമകളാണ് നോക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു സ്വന്തം കാര്യം ഒന്ന് നോക്കാനുള്ള ഒരു ആരോഗ്യം മാത്രം കിട്ടിയാൽ മതി, ഒന്ന് വടി കുത്തിയെങ്കിലും എഴുന്നേറ്റ് നടന്നാൽ മതി ദീദി, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് എണ്ണയും കൊണ്ട് തന്നു. ഞാനും എന്റെ കൂടെ വന്ന സഹോദരിയും കൂടെ ചേർന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ കൈ കൊണ്ട് തന്നെ അവരുടെ ശരീരത്ത് മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഞാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ എനിക്ക് വർക്കുള്ളൂ, അന്നേരം ഞാൻ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവര് എന്നെ തേടി വീട്ടിൽ വന്നിരിക്കും. ഞാൻ ഓരോ ആഴ്ച ഓരോ ഏരിയയിലാണ് പോകുന്നത്. അപ്പൊ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടുമല്ലോ, അപ്പൊ അതനുസരിച്ച് ഞാൻ പോകും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന നേരത്ത് ഇവര് ഈ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ അമ്മയെ കാണുമെന്ന് എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അപ്പൊ കൊച്ചുങ്ങൾ വിചാരിക്കുകയാണ് എവിടെന്നാ വന്ന ഒന്നും അവർ പറയുന്നില്ല, അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നാളെ രാവിലെ, നാളെ എന്റെ ഏരിയയിലാണ്, നാളെ ഒന്ന് നേരത്തെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പക്ഷേ ഈ അപ്പച്ചൻ എണീറ്റ് നടക്കാൻ വയ്യാത്ത അപ്പച്ചൻ വടിയും കുത്തി നടക്കുക. ഇത് കണ്ടപ്പോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. അവരെന്നോട് പറഞ്ഞത് അന്ന് ചേച്ചി പ്രാർത്ഥിച്ച് തന്നിട്ട് പോയ എണ്ണ മാത്രമേ ഞാൻ തിരുമിയുള്ളൂ, പക്ഷേ ഇപ്പൊ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എവിടെ താമസിക്കുന്നത്, എനിക്ക് നിങ്ങൾ അവിടുത്തെ ആരാധനയ്ക്ക് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വാടക വീട്ടിലാണ് താമസിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുന്നെന്ന് പറഞ്ഞാൽ മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. കുന്ന് എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ കാണിച്ചിട്ട് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ മോൾ ഇത് എടുത്തോളാൻ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് ഗവൺമെന്റിൽ പ്രശ്നമാവും, ഞാൻ പുറത്തുനിന്ന് വന്ന ആളാ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു 50,000 രൂപ നിങ്ങൾക്ക് ഇതിന് തരാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ എന്തെങ്കിലും വന്ന് അവര് പറയുമല്ലോ ചികിത്സയ്ക്ക് നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് അവർക്ക് കൊടുത്തതാണെന്ന് അവർ പറയും, അല്ലെങ്കിൽ എനിക്കത് ദോഷം ചെയ്യും. അങ്ങനെ ഞാൻ ആ വില പറഞ്ഞിട്ട് ഞാൻ അവിടെ പിന്നെ ഒരു ചർച്ച് ഹാളും
താമസിക്കാനുള്ള വാടകയ്ക്കില്ല താമസിക്കാനുള്ള 2 റൂമെല്ലാം ഇറക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ആ ഏരിയയിലുള്ള സച്ചിവ് നമ്മളവിടുത്തെ അയാൾ വന്നിട്ട് ഇവിടെ ആര് വെക്കണം എന്നെല്ലാം ചോദിച്ചപ്പോൾ എന്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ ഇയാള് നമ്മളെ കട്ടള വെക്കേണ്ട ലൈൻ വരെ എല്ലാം കെട്ടി വന്നപ്പോൾ ഇയാൾ വന്ന് കാലുകൊണ്ട് ചവിട്ടി എല്ലാം തള്ളിയിട്ട് നശിപ്പിച്ചിട്ട് പോയി. അപ്പൊ പിന്നെ അത് ചെയ്യരുതെന്ന് ഓർഡർ തന്നു. അങ്ങനെ ഓർഡർ തന്നപ്പോൾ ഞങ്ങൾ ഒരു 7 സഹോദരിമാരെല്ലാരും കൂടെ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേ ചെയ്ത്. കാരണം ഞങ്ങൾ അത്രയും JCB ഇറക്കിയാണ് കല്ലെല്ലാം മറ്റും മൊത്തം പാറയാണ്. അപ്പൊ അത്രയെല്ലാം ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിഷമം. ഞങ്ങൾ എല്ലാവരും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അപ്പോ ആ വ്യക്തിയെ ആ ഗ്രാമത്തിൽ നിന്ന് അയാളെ ഒരു 52 കിലോമീറ്റർ ദൂരമുള്ള ഒരു വില്ലേജിലെ സച്ചിവാക്കി മാറ്റി. അപ്പൊ ഇവിടെ വീണ്ടും വന്നത് ഒരു ക്രിസ്ത്യാനി. അങ്ങനെ ഞാൻ അവരോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അവർ പറഞ്ഞൊരു സ്ത്രീ ആയിരുന്നു. അവരെന്നോട് കുഴപ്പമില്ല മാഡം പണിതോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5-6 വർഷം കൊണ്ട് 2 റൂമും ഒരു ഹോളും ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആരാധിക്കുകയും ചെയ്യാം, താമസിക്കുകയും ചെയ്യാം. അപ്പൊ അതിനിടയിൽ തന്നെ ഈ സ്ഥലം മൊത്തവും കാണിച്ചു തന്നപ്പോ വേറൊരാള് വന്നിട്ട് അതിന്റെ പകുതി സ്ഥലം എടുത്ത് അവര് വീട് വെച്ചു. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾക്ക് താമസിക്കാനും ഒരു ആരാധനയ്ക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതുവരെ അവിടെ തുടങ്ങിയിട്ടില്ല. ഗ്രാമമായത് കുറച്ച് പേടിയുണ്ട്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം BJPയുടെ ഭരണവും കാര്യവും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ എന്ന് പറഞ്ഞാല് പണ്ടത്തെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നിന്ന് ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എന്ന് വെച്ച് ഇവരാരും നമ്മുടെ പക്ഷത്ത് നിൽക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും വന്നാൽ ഇവരെല്ലാം മാറിക്കളയും. ആരും നമ്മുടെ കൂടെ കാണത്തില്ല. അവരനുഭവിച്ചതൊക്കെ അവര് അറിഞ്ഞ സ്നേഹമൊക്കെ അവരങ്ങ് മറക്കും. പക്ഷെ നമുക്കിവിടെ ഒരു ഗ്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സ്കൂളോ ഒരു ഓൾഡ് ഏജ് ഹോമോ അതല്ലെങ്കിൽ ഒരു ഓർഫനേജോ ഇവിടുത്തെ ജനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നവർക്ക് ബോധ്യമാകണം. കത്തോലിക്കയില് സ്കൂളുണ്ട്, പിന്നെ CSIക്കാർക്ക് ഒരു ഓർഫനേജ് ഉണ്ട്, കത്തോലിക്കയിലെ ഹോസ്പിറ്റൽ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചർച്ച് മിനിസ്ട്രി മാത്രമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് വരുന്നത്. അതാണ് ഇതിനകത്തുള്ള കാരണം. ഓക്കെ ആകട്ടെ, കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കട്ടെ. കാര്യങ്ങൾക്കൊക്കെ കർത്താവ് ക്രമീകരണവും വിശാലതയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ TVയുടെ പ്രേക്ഷകര് കർത്തൃദാസിയുടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു ധൈര്യമായി, ഉത്സാഹമായി, എൻകറേജ് ആയി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വേണ്ടി, ഈ പ്രിയ സഹോദരിക്ക് വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഇത്രത്തോളം സമയം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസി ലുദിയ അലക്സ് ഈ സമയം ഒരു വാക്കിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പ. നിന്റെ പാദപീഠത്തിലേക്ക് ഒരു സാക്ഷ്യമായി കർത്താവേ അരോമ TVയിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കി. നാഥാ, ഇന്ന് അടിയാളുടെ സാക്ഷ്യം കേട്ട എല്ലാ കർത്താവെ പ്രേക്ഷകരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ വിടുതൽ പ്രാപിക്കുവാൻ കർത്താവെ വിശ്വാസവും പ്രത്യാശയും ധീരതയുള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ ആയിടമേൽ നിന്റെ അത്ഭുത വഴികളെ തുറന്ന് നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേലയുടെ മേൽ കർത്താവെ ഞെരുക്കത്തിലോ കർത്താവെ വിഷയങ്ങളോട്ടോ ഭാരപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ കര അവിടെ ഇറങ്ങി അവരെ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. രോഗികളായി ആയിരിക്കുന്നു കർത്താവിന്റെ ആശ്വാസത്തിന്റെ കരം തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീ ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകാല് അങ്ങയുടെ ദാസനെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അധികമായി നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, അധികമായി നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം അവിടെ നിന്ന് കർത്താവെ അവിടെ നിന്ന് ദീർഘായുസോടെ നീ അവിടെ നിന്ന് പ്രയോജിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്ന പ്രതിഫലങ്ങളെ നൽകുന്ന ദൈവം, ഞങ്ങളുടെ വിശ്വസ്തതകളെ കർത്താവെ മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവെ ഞങ്ങൾ ആഴമായ ദൈവസ്നേഹത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ നാഥാ എല്ലാവർക്കും അത് അനുഗ്രഹമായിരിക്കാൻ ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ ജീവിതം കർത്താവെ എപ്പോഴും അനുഭവമുള്ളവരായി തീരുവാൻ എല്ലാവരെയും നീ സഹായിക്കണമേ. ധാരാളമായി നീ അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. നാൾക്കോളം കർത്താവെ ഇനിയും അനേക സഹോദരിമാര്, അനേക ഭക്തന്മാർ, അനേക കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാര് കർത്താവ് ഈ ചാനൽ കടന്നു വന്ന് അങ്ങയോട് കർത്താവെ അങ്ങ് ചെയ്ത നന്മകളെ സാക്ഷീകരിപ്പാൻ അനേകരെ നീ ഒരുക്കണമേ. അനേകരെ കർത്താവെ ഞങ്ങൾ കേൾക്കാത്തവരുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ട്. അപ്പൊ അനേക അനുഭവങ്ങളെ അറിയാൻ കഴിയാത്തവരായ അവസ്ഥയിലായിരിക്കുന്നവരൊക്കെ കർത്താവ് ഇത് കടന്നു വരുവാൻ സഹായിച്ചാട്ടെ. നാൾതോറും ഇത് വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ആസി സിസ്റ്റർ ലുതി അലക്സിനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവിന്റെ ആസിയും കുടുംബത്തെ ശുശ്രൂഷ മണ്ഡലങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ്റെ കൂടെ ആയിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.